പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വരുന്നതിന് ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിനോയ് തോമസ് ആണ്. കർത്താവിൻ്റെ ദാസൻ ജിനോയ് തോമസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് ദേവദാസനെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാമോ? ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലെ ജാംനഗർ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുട്ടുദാസി, 2 കുഞ്ഞുങ്ങളാണ്. ഞങ്ങളിപ്പോൾ ജാംനഗറിൽ കർത്താവിന്റെ പേരെ സംബന്ധിച്ച് ആയിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. കേരളത്തിൽ എവിടെയാണ് നിങ്ങളുള്ളത്? കേരളത്തിൽ എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിലെ കല്ലട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഓക്കെ. കർത്താവിന്റെ പേരെയുള്ള ബന്ധത്തില് ഗുജറാത്തിലെ ജാംനഗറിലായിരിക്കുന്നെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ദേവദാസിനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ജാംനഗറിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ജാംനഗറിൽ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ജസ്റ്റ് 6 മാസമേ ആയിട്ടുള്ളൂ. ദൈവകൃപയാൽ വളരെ അനുഗ്രഹമായ രീതിയിൽ പോകുന്നു. നല്ലൊരു റിസൾട്ട് ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്നു. പ്രാർത്ഥിക്കുന്നതിനൊക്കെ മറുപടി ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആകട്ടെ, അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങൾ സാക്ഷ്യം പങ്കുവയ്ക്കുന്നുള്ള സമയമാണ്. തുടർമാനമായിട്ട് ഇനിയും കർത്താവിന്റെ ദാസനെ പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ പറയാം. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ ജിനോയ് തോമസ്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ജാംനഗറിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്വദേശം കൊല്ലം ജില്ല. ഇവിടെ ഞാൻ വന്നിട്ട് ഇപ്പോൾ 6 മാസമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. കർത്താവിന്റെ വേലയിലായിട്ട് 2011 മുതൽ സുശേഷ വേലയിലേക്ക് ഇറങ്ങിത്തിരിപ്പാൻ ഇടയായി. 2005 ഞാൻ രക്ഷയുടെ മാർഗത്തിലേക്ക് വരുന്നത്. 2005 ജലത്താൽ സ്നാനമേൽക്കുവാൻ, കർത്താവിനെ സാക്ഷീകരിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു തികച്ചും ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ, ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ്, മാതാവ്, എനിക്ക് 2 സഹോദരങ്ങൾ, ട്വിൻസ് ആണ് സഹോദരിമാര്. എനിക്ക് മുതിർന്ന 2 സഹോദരിമാരാണ്. എൻ്റെ ആദ്യ കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂരിലാണ് എൻ്റെ ജനനം മീൻസ് എൻ്റെ പഠനം ആരംഭിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ കേരളത്തിലേക്ക് മുഴുവനുമായി ഞങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയും, പപ്പയ്ക്ക് ബാംഗ്ലൂരിലായിരുന്നു ജോലി. അങ്ങനെ ഞങ്ങളുടെ ബാല്യകാലം അവിടെയായിരുന്നു. പിന്നെ കേരളത്തിലേക്ക് മാറുകയും കേരളത്തിൽ ഞങ്ങൾ സ്ഥിരമായി താമസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. എൻ്റെ പപ്പയുടെ പേര് തോമസ് കുഞ്ഞുകോശി എന്നാണ്. അമ്മയുടെ പേര് സുസമ്മ തോമസ്. എനിക്ക് മുതിർന്ന 2 സഹോദരിമാര്, ഒരാള് ലിൻസി, അടുത്ത ആള് ജിൻസി, ഞാൻ ജിനോയി. അപ്പൊ ഞങ്ങൾ 3 മക്കളടങ്ങുന്ന ഒരു കുടുംബം. എൻ്റെ പഠനമൊക്കെ കേരളത്തിലെ കൊല്ലം ജില്ലയോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ തന്നെയായിരുന്നു. ആരംഭകാലം ബാംഗ്ലൂരിലായിരുന്നു. ശേഷം കേരളത്തിൽ കടന്നു വരികയും ദൈവത്തെ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ആ ഒരു ചർച്ചിന്റെ ലേവലിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ കർത്താവിനെ ശരിയായ വണ്ണം കാണുവാനുള്ള അവസരം ലഭിച്ചത് 2005 ഞങ്ങള് പൂർണ്ണമായി എല്ലാവരും, ഞങ്ങൾ 5 പേരും സ്നാനപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. 2004 ഞാൻ രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. എൻ്റെ ഒരു സ്നേഹിതൻ അവരുടെ ചർച്ചിലേക്ക് എന്നെ ക്ഷണിക്കുകയും പ്രാർത്ഥനാ കൂട്ടായ്മകൾ പങ്കെടുക്കുകയും, എന്നാൽ വലിയ വിശ്വാസത്തോടെ ഒന്നും അല്ല, സ്നേഹിതൻ വിളിക്കുന്നു, അവന്റെ കൂടെ അങ്ങനെ പോകുന്നു, പ്രാർത്ഥനയ്ക്കിരിക്കുന്നു. അന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് രക്ഷയുടെ വചനങ്ങൾ ഏറ്റുപറയുകയും 2004 രക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഏകദേശം 1 വർഷത്തിന് ശേഷമാണ്
ഞാൻ സ്നാനപ്പെടുന്നത്, ജലത്തിൽ സ്നാനപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചത് എൻ്റെ പഠന മേഖല എന്ന് പറയുന്നത് 10th വരെ കടമ്പനാട്, അതായത് പത്തനംതിട്ട ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും ബോർഡറായി വരുന്ന കടമ്പനാട് എന്ന് പറഞ്ഞൊരു ഭാഗം. ആ കടമ്പനാടിന്റെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന KRKPM BHS ബോയ്സ് ഹൈസ്കൂളിലാണ് എൻ്റെ 10th വരെയുള്ള പഠനം ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം 11th 12th കല്ലടയിൽ ചെയ്തു. അതിനുശേഷം എനിക്ക് ഉപരിപഠനത്തിന് വേണ്ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വേണ്ടി ഞാൻ എൻ്റെ പിതാവ് ബാംഗ്ലൂരിലേക്ക് വീണ്ടും എന്നെ അയക്കുവാനിടയായി. ബാംഗ്ലൂരിൽ പഠനം തുടങ്ങി. എന്നാൽ ചില കാരണത്താൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 2005 അത് ബ്രേക്ക് ചെയ്ത് 2003 തൊട്ട് 2004 2005 ആരംഭകാലം വരെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. 2005 ബ്രേക്ക് ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയും അടുത്തൊരു കോഴ്സ് ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. 2005 വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ കോഴ്സ് ഈ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. 2005 വിശ്വാസത്തിലേക്ക് ചുവട് വെച്ചു, മീൻസ് സ്നാനപ്പെട്ടു, ചുവട് വെച്ച് കയറി. അതിനുശേഷം പഠനമൊക്കെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലെവലിൽ കൊണ്ടുവന്നു. അതിൽ നല്ല ശതമാനത്തോടുകൂടി വിജയിപ്പാൻ ദൈവം സഹായിച്ചു. അതിനുശേഷമുള്ള കാലങ്ങളിൽ ജോലി ആഗ്രഹിച്ചു. എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റിഫൈനറിയുമായും അല്ലാതെയുള്ള കമ്പനിയുമായും ബന്ധപ്പെട്ട് ജോലി ചെയ്യുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം നൽകി. 2006 എറണാകുളത്ത് വർക്ക് ചെയ്തു. 2007 എനിക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നു. എൻ്റെ പപ്പ അബുദാബിയില് ഒരു കമ്പനിയുടെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പ 1999 മുതൽ വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അതിനുശേഷമുള്ള കാലങ്ങളിൽ അബുദാബിയില് പപ്പ ഉണ്ടായ സമയത്ത് എന്നെ അവിടേക്ക് ക്ഷണിച്ചു. നല്ലൊരു ജോലി എനിക്ക് വാങ്ങിത്തന്നു. ഞാൻ പഠിച്ച സേഫ്റ്റി ഓഫീസർ ആ ജോലി സംബന്ധമായിട്ട് ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ റിഫൈനറിയിൽ തന്നെ, അബുദാബി റിഫൈനറിക്കകത്ത് തന്നെ എനിക്ക് നല്ലൊരു ജോലി ലഭിക്കാനിടയായി. എന്നാൽ ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ എനിക്ക് നല്ലൊരു അനുഭവം, അതായത് ജോലി ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടി ഞാൻ വിദേശത്തേക്ക് കടന്നുപോയി. പോകുന്ന ആ സമയത്ത് എന്നോടൊരു ദേവദാസൻ ഒരു ദൈവിക സന്ദേശം അറിയിപ്പാനിടയായി. നീ പോകുന്നത് പോലെ വേഗം തിരികെ നാട്ടിലേക്ക് വരും എന്ന് ഒരു ദേവദാസൻ എന്നോട് സംസാരിപ്പടയായി. എന്നാൽ ഞാനത് വലിയ കാര്യമാക്കിയില്ല. 2007 ഞാൻ വിദേശത്തേക്ക് 2007 ഏപ്രിൽ മാസത്തിൽ ഞാൻ വിദേശത്തേക്ക് യാത്ര തിരിച്ചു. പ്രാർത്ഥനയോടുകൂടെ കടന്നുപോയി. എന്നാൽ 2008 ആവുന്നതിന് മുമ്പ്, 2007 തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ജോലി സംബന്ധമായ എൻ്റെ കമ്പനിയുമായിട്ട് എനിക്ക് ചെറിയ പ്രയാസങ്ങളുണ്ടായി. അങ്ങനെ ആ ജോലി ഞാൻ റിസൈൻ ചെയ്ത് 2008 ജനുവരി മാസം ഞാൻ തിരിച്ച് കേരളത്തിൽ എൻ്റെ ഭവനത്തിൽ തിരിച്ചെത്തുവാനിടയായി. 2008 തിരിച്ചു വന്നപ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ധൈര്യമായിട്ടിരുന്നു, ഞാൻ നിനക്ക് വേറെ കമ്പനിയിൽ ജോലി തരപ്പെടുത്തി തരാം എന്നുള്ള ഒരു വാക്കിന്റെ ഉറപ്പിനാൽ ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരികയൊക്കെ ചെയ്തു. എന്നാൽ എൻ്റെ വളരെ ആഗ്രഹമാണ് ഈ ഒരു ഫീൽഡിൽ, മീൻസ് ജോലി സംബന്ധമായിട്ട് ഒന്ന് മുന്നേറണം, നല്ല രീതിയിൽ ജോലി ചെയ്യണം, കാര്യങ്ങളൊക്കെ പഠിച്ചതാണല്ലോ, പഠനത്തിനൊരു വില കൊടുക്കണമല്ലോ എന്ന് ആഗ്രഹിച്ച് പല കമ്പനികളിൽ ഞാൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാല് 2008 എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ ഒരു വർഷമായി മാറി. ഞാൻ അവിടുന്ന് നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മാർച്ച് മാസത്തിൽ എനിക്ക് അല്പമാകുന്ന ഒരു പ്രയാസം എൻ്റെ ശരീരത്തിലേക്ക് വരുവാനിടയായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായ ഒരു ലെവലിലേക്ക് എൻ്റെ ജീവിതം മാറുവാനായി. 2008 ഞാൻ പ്ലെയിൻ കയറി നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ധൈര്യമായിട്ട് പൊയ്ക്കോ, എല്ലാം ഞാൻ റെഡിയാക്കാം.
പക്ഷെ 2008 മാർച്ച് മാസം തീരുന്ന ആ സാഹചര്യം തുടങ്ങി ഒരു പകുതി ആയപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു. ഞാൻ ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്ത വ്യക്തി ആയതുകൊണ്ട് പല കാരണങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായി എന്ന് പിന്നീട് കേൾക്കുവാൻ ഇടയായി. പക്ഷെ എങ്കിലും ഞാൻ അതിനെ കാര്യമാക്കി എടുത്തില്ല. എൻ്റെ 2008 ആ കാലത്ത് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയം ഞാൻ ഇങ്ങനെ കസേരയിൽ ഇരുന്നുകൊണ്ട് TV വെച്ചിട്ടുണ്ട്. TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. TV കാണുന്ന സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ചു, എൻ്റെ മനസ്സിൽ ചിന്ത വന്നതാണ്, എന്നാൽ ഇരുന്ന് കാണുന്നതിനേക്കാളും ബെറ്റർ ആണല്ലോ ഒന്ന് നിലത്ത് സ്പാ വിരിച്ച് കിടന്ന് ഒന്നുകൂടെ വിശാലമായിട്ട് TV കാണാം എന്നുള്ളൊരു ചിന്തയിൽ ആ ഒരു സന്തോഷ മനോഭാവത്തോടു കൂടി ഞാൻ നിലത്ത് പാ വിരിച്ച് കസേരയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. എന്നാൽ കസേരയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ഇരുന്ന ആ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റമുണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മറ്റ് പല കാര്യങ്ങളായിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൽ ഒരു കൊളുത്തിട്ട് ഒരു പിടുത്തം പോലെ എൻ്റെ നടുവിൻ ഒരു പിടുത്തം വീണു. അത് വല്ലാത്ത പ്രയാസം ജീവിതത്തിൽ ഉണ്ടാക്കി. പിന്നീട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാനോ ഒന്ന് ഇരിക്കുവാനോ ഒന്ന് നടക്കുവാനോ ഒരു സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യുവാൻ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യം എൻ്റെ ലൈഫിൽ വന്നു. അപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞല്ലോ 2005 വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന സാഹചര്യത്തിൽ എനിക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒത്തിരി എന്താ പറയുക കൂട്ടുകാരോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഞാൻ അധികം അങ്ങനെ ഫ്രണ്ട്സിനെ എൻ്റെ ലൈഫിൽ കൊണ്ടുവരാറില്ല. വളരെ ചുരുക്കം ചിലർ മാത്രം, എണ്ണിയെടുത്താൽ 2 or 3 പേര് മാത്രമേ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളൂ. അത് സ്കൂളിൽ പഠിക്കുമ്പോഴും മുൻപോട്ടുള്ള ഓരോ ദിവസങ്ങളിലും അങ്ങനെ ഇപ്പോഴും ആ ഒരു സർക്കിളിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഈ നടുവിന് പ്രയാസം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ട് സർക്കിളും കൂടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പുതുക്കെ അകലുവാൻ തുടങ്ങി. വളരെ സന്തോഷത്തോടെ വളരെ നല്ല രീതിയിൽ നിന്നിരുന്ന ഒരു വ്യക്തി വേഗത്തിൽ വീഴുന്ന ഒരു അനുഭവം ഉണ്ടായി. 2008, 2009 കാലഘട്ടങ്ങളിൽ ഈ ഏഷ്യാനെറ്റ് TVക്കകത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വൻ വീഴ്ചകൾ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ലൈഫുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. മീൻസ് എൻ്റെ ലൈഫ്, ഞാൻ ഓടി നടന്നിരുന്ന ഒരു വ്യക്തി വിത്തിൻ സെക്കൻഡ്സിൽ ഞാൻ വീണുപോയി എന്ന് ഓർക്കുമ്പോൾ അതും ഇതുമായിട്ട് ഞാൻ എൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തു. ഞാനും പെട്ടെന്നൊരു വീഴ്ചയാണല്ലോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എനിക്ക് ലോകപരമായിട്ട് ജീവിക്കണമുള്ള ഒരാഗ്രഹത്തോടുകൂടി വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോഴും എനിക്ക് ഡീപ്പായിട്ടൊരു ഇന്റിമസി ദൈവമായിട്ടില്ലായിരുന്നു. കർത്താവുമായിട്ടൊരു ഡീപ്പ് ഇന്റിമസി എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന കാരണം ഞാൻ പറഞ്ഞു. ഒന്ന്, എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയ ഒരു പ്രയർ മീറ്റിംഗിൽ അവിടെ കേട്ടതിന്റെ പുറത്ത് ഞാൻ രക്ഷയുടെ വാചകം ഏറ്റുപറഞ്ഞു നിന്നതാണ്. 2, ഇത് എൻ്റെ ഭവനത്തിൽ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് എൻ്റെ സഹോദരിമാരിൽ ഒരാളാണ്. തിരുവല്ലയില് PG വർഗീസ് അങ്കിളുടെ ഒരു ക്യാമ്പ് നടന്നു. ക്യാമ്പിലാണ് എൻ്റെ ഒരു സഹോദരി, അവര് ട്വിൻസാണ്, അതിലൊരു സഹോദരി ക്യാമ്പിന് കടന്നുപോയി. അവിടുത്തെ ആരാധനയും അവിടുത്തെ വർഷിപ്പ് കാര്യങ്ങളെല്ലാം അനുഭവിച്ച് അദ്ദേഹത്തിന് വിശ്വാസ ജീവിതത്തിലേക്ക് ചൂടെടുത്ത് വെക്കുകയും സ്നാനപ്പെടുകയും അതിന്റെ ഒരാഴ്ച ശേഷം ബാംഗ്ലൂരിൽ എന്നോടൊപ്പം എൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി അവിടെ ബാംഗ്ലൂരിലെ ബദൽ AG ചർച്ചിൽ, എമേറിയസ് പാസ്റ്റർ ചർച്ചിൽ സ്നാനപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ സ്നാനത്തിന് ഞാനും സാക്ഷിയായിരുന്നു, ബാംഗ്ലൂരിൽ നടന്ന സ്നാനത്തിന്. അതേ സമയം തന്നെ അടുത്ത സമയങ്ങളിൽ തന്നെ എൻ്റെ മാതാവും നാട്ടിൽ സ്നാനപ്പെട്ടു. പപ്പ ആ സമയത്ത് വിദേശത്താണ്.
എന്നാൽ ഞാൻ ഇതിനെല്ലാം ഒരു ന്യൂട്രലായിട്ട് മാറി നിൽക്കുന്ന ഒരു അനുഭവം. കാരണം എന്റെ ഉള്ളിൽ മുഴുവൻ ഓർത്തഡോക്സിന്റെ ഒരു തീവ്രമായ ഒരു ശക്തി എന്റെ ഉള്ളിൽ കിടക്കുകയാണ്. കാരണം ഓർത്തഡോക്സ് ചർച്ചിന് വേണ്ടി എല്ലാം മദ്ബഹായ്ക്കകത്തെ ഒരു ശുശ്രൂഷകനായിരുന്നു. അങ്ങനെ അച്ഛനാകണം എന്നൊരു ആഗ്രഹം പോലും എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ 11th 12th പഠിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആ ഒരു ചിന്തയായിരുന്നു, ഒരു ഓർത്തഡോക്സിലൊരു വികാരി അച്ഛനാകണം, ഒരു അച്ഛനാകണം എന്നുള്ള ചിന്ത. അപ്പോൾ എന്റെ ഈ സ്നേഹിതനാണ് എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ അതിലേക്കൊന്നും പോകണ്ട, നീ നിന്റേതായ ലെവലിൽ പോ എന്ന് പറഞ്ഞ് എന്നെ എന്റെ സ്നേഹിതനാണ് തിരിച്ചുവിടുന്നത്. അപ്പോ ആ വികാരി അല്ലെങ്കിൽ പട്ടക്കാരൻ എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിയിട്ടാണ് ഞാൻ മെക്കാനിക്കലിലേക്ക് തിരിയുന്നതും ഡിപ്ലോമയ്ക്കായിട്ട് ബാംഗ്ലൂരിലൊക്കെ പോയി തിരിച്ചു വരുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് എൻ്റെ പിതാവ് ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിന്ന് വരുവാനിടയായി. ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ സഹോദരിയുമായിട്ട് പപ്പയ്ക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു അനുഭവം. കാരണം എൻ്റെ സഹോദരിയാണല്ലോ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക്, പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കാതും എല്ലാം കമലും മാലയും എല്ലാം അഴിച്ചു. പപ്പയ്ക്ക് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇതൊക്കെ കണ്ട ഭയങ്കര ദേഷ്യമായി, പ്രയാസം, മീൻസ് വീട്ടിനകത്ത് ആകെ ഒരു അലങ്കോല അനുഭവം ഉണ്ടാവുകയാണ്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പപ്പയ്ക്കും ചെറിയൊരു മാറ്റങ്ങൾ, ഒരു അനുഭവങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായപ്പോൾ പപ്പ തീരുമാനമെടുത്തു, എൻ്റെ മക്കളും, അതായത് പെൺമക്കളും ഭാര്യയും പോയ വഴിയിലേക്ക് പപ്പയും തിരിയുകയാണെന്നൊരു തീരുമാനമെടുത്തു. അപ്പോൾ എന്നോടൊരു ചോദ്യം, ഒരു സന്ധ്യാപ്രാർത്ഥനയിൽ, വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് എന്നോട് ചോദിച്ചു, എടാ നിന്റെ തീരുമാനം എന്താണ്? ഞാൻ ആലോചിച്ചു പറഞ്ഞൊരു ഒറ്റ കാര്യമുള്ളൂ, ഇനി ഞാനായിട്ട് എന്തിനു ബാക്കി നിൽക്കണം, എല്ലാരും പോയി ഞാനും പെരുകുന്നു എന്നൊരൊറ്റ വാക്കിൽ ഞാൻ ഓർത്തഡോക്സ് വിട്ടു, പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് ഞാനും ആ വാക്കിന്റെ പുറത്ത് തിരിഞ്ഞു. അങ്ങനെ പോന്നു. എന്നാൽ അതിന്റെ തുടർമാനമായിട്ട് ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സഭാരാധന കൂടുന്നു എന്ന് പറഞ്ഞാൽ ലോകപരമായിട്ടുള്ള യാതൊരു ബന്ധങ്ങളും ഇല്ല. ദൈവികമായ രീതിയിൽ തന്നെ എൻ്റെ ബാല്യം മുതൽ എന്നെ വളർത്തിയത് സൺഡേ സ്കൂള്, ഓർത്തഡോക്സ് പള്ളിയുടെ സൺഡേ സ്കൂള്, പള്ളിയിലെ മദ്ബഹ, ഇങ്ങനെയുള്ള ഒരു പള്ളിയുമായിട്ടുള്ള ഏറ്റവും അടുത്തൊരു ബന്ധം തന്നെ എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. അപ്പോൾ വഴിതെറ്റിപ്പോകുന്ന യാതൊരുവിധമായ ഒരു അനുഭവങ്ങളും ജീവിതത്തിൽ വന്നിട്ടില്ല. ഒരു ലോകത്തിൻ്റെതായ ഒരു ചിന്തകളും എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ബാംഗ്ലൂർ പഠിക്കുമ്പോൾ പലവട്ടവും എന്നെ എന്താ പറയുക, മദ്യപാനത്തിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ റൂംമേറ്റ്സ് എന്നെ പലവട്ടവും നിർബന്ധിച്ചിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയാല് അതിലേക്കൊന്നും പോകാതെ അതിൽ നിന്ന് മാറി ദൈവത്തിന്റെ വഴിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഇതൊരു അനുഭവമാണ്. എൻ്റെ ഫ്രണ്ട്സ് ഒരിക്കല് എന്നെ വിളിച്ചുകൊണ്ട് ബാറിൽ കൊണ്ടുപോയി. ഞാൻ റൂമിലിരുന്ന് മദ്യപിക്കത്തില്ല എന്നുള്ളൊരു ചിന്തയില് സീക്രട്ടായിട്ട് എന്നെ മാത്രം വിളിച്ചുകൊണ്ട് ഒരു ബാംഗ്ലൂരിലെ എൻ്റെ കോളേജിനടുത്തുള്ള ഒരു ബാറിൽ കൊണ്ടുപോയി. ബാറിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയി അവര് ഓർഡർ ചെയ്തു. എന്താണ് ഐറ്റം എന്ന് വിസ്കി, ഏതോ ഒരു ബ്രാൻഡിയോ വിസ്കി അങ്ങനെയുള്ള എന്തോ ഒരു ഐറ്റം ഓർഡർ ചെയ്തു. അവര് 3 പേര് എന്നെക്കാളും നല്ല പ്രായത്തിൽ മൂത്തവരാണ്. അന്ന് അവര് RTO ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ്, വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ. അവർ അവരുടെ പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വന്നവരാണ്, 3 വർഷത്തെ ലീവ് എടുത്ത്. അപ്പോൾ അവര് എന്റെ നാട്ടുകാരാണ്, കൊല്ലം ജില്ലക്കാരാണ്, കല്ലടക്കാരാണ്. അപ്പോൾ എന്നോടുള്ള ആ ഒരു സ്നേഹത്തിൽ എന്നോട് പറഞ്ഞു, ജിനോയ് വാ, നമുക്ക് ഒരുമിച്ച് ബാറിൽ പോകാം, അവിടെ പോയിരുന്ന് നമുക്ക് അല്പം മദ്യപിക്കാം. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് യാതൊരുമായ ബന്ധവും അതുമായിട്ടില്ല, അതൊക്കെ മാറും, അവിടെ നമുക്ക് ഇവിടെ ആകുമ്പോഴല്ലേ നിന്റെ കൂട്ടുകാർ കാണുമെന്നുള്ള ചിന്ത, അവിടെ ആകുമ്പോൾ നിനക്ക് അതൊന്നും വരില്ലല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നും ഇല്ല. എനിവേ അവര് എന്നെ വിളിച്ചോണ്ട് നിർബന്ധിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ ബാറിൽ പോയിരുന്ന് ഓർഡർ ചെയ്തു. അവർ ഓർഡർ ചെയ്തു. ഞങ്ങള് ടേബിളിൽ 4 പേര് 4 കസേര ഇട്ടിരിക്കുന്നു. 4 ഗ്ലാസ് സെൻട്രലിൽ കൊണ്ടുവച്ചു, ഒരു ബോട്ടിലും കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 3 ഗ്ലാസ് മതി, 1 ഗ്ലാസ് അങ്ങ് മാറ്റിയേക്കാം. പറഞ്ഞു, അല്ല, നിനക്കുള്ളത് കൂടെ ചേർത്താണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും എത്ര നിർബന്ധിച്ചാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയല്ലാതെ ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും ഞാൻ എടുക്കുകയില്ല. ലാസ്റ്റിൽ അവർ സമ്മതിച്ചു, പറഞ്ഞു, നിനക്ക് എന്ത് വേണം എന്ന് ഓർഡർ ചെയ്തോളാം. അവിടെ ഞാൻ പറഞ്ഞു, ഒരു പെപ്സി മാത്രം എനിക്ക് മതി,
എൻ്റെ 18-19 വയസ്സിലെ സംഭവമാണ്. അവിടെ ഇരുന്ന് ഞാൻ അത് മാത്രം ഒരു പെപ്സി വാങ്ങിച്ചു കുടിച്ചു. അവര് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തിരിച്ചു. മീൻസ് എന്റെ ജനനം മുതൽ എന്നെ വളർത്തിയ ഒരു ശീലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള യാതൊന്നിലും ബന്ധപ്പെടാതെ, ഇങ്ങനെയുള്ള യാതൊന്നിലും അടിമപ്പെടാതെ മാറി നിൽക്കുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം തന്നിട്ടുണ്ട്. കാരണം എന്റെ കൂടെ പഠിച്ച, എന്റെ 12ലും ഒക്കെ പഠിച്ച എന്റെ സഹപാഠികളായിട്ടുള്ളവർ പലരും മദ്യപിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള ലോകം ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ എന്റെ സമീപ പ്രദേശങ്ങളിൽ വീടുകളിൽ നടക്കുന്നതായ കലഹങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കർത്താവ് എന്നെ അകറ്റി നിർത്തി. ഞാൻ പറഞ്ഞല്ലോ 2005 വിശ്വാസ സ്നാനം ഏറ്റെടുത്തു എങ്കിലും പൂർണ്ണമായി ഒരു അടിയുറച്ച ഒരു ബന്ധം കർത്താവുമായിട്ടില്ല എന്റെ ജീവിതത്തിലില്ല. എന്നാൽ 2008 ഞാൻ രോഗം ബാധിച്ച് കിടപ്പിലായ ശേഷവും വലിയ തരത്തിലൊന്നും ഞാൻ കർത്താവുമായിട്ടൊന്നും അടുക്കുന്നില്ല. പക്ഷെ എങ്കിലും പ്രാർത്ഥനയുണ്ട്, വചനം വായിക്കുന്നു, എല്ലാം ഉണ്ട്. എന്നെ ആ സമയത്ത് ബൈബിളിൽ നിന്ന് സ്പർശിച്ച 2 വ്യക്തികളുണ്ട്. ബൈബിളിൽ നിന്ന് മീൻസ് ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ട്രീറ്റ്മെന്റിലായിരിക്കുമ്പോൾ, എൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെന്റ് കല്ലടയ്ക്കടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ തുടങ്ങിയപ്പോൾ ആദ്യം ഒരു ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ സുമേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വളരെ സ്നേഹത്തോടെ, വളരെ സൗമ്യതയോടെ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, ഇത് ജസ്റ്റ് ഒരു എന്താണ് സന്ധിവാ മീൻസ് ഈ പേശി വലിച്ചിലാണ്. അപ്പോൾ ഈ ഒരു സൈഡിലാണ്, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കാലെടുത്ത് വെക്കാനോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലും കഴിയാതെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പേടിക്കണ്ട, ഇത് നമുക്ക് ഇഞ്ചക്ഷൻ എടുത്ത് നമുക്ക് ജസ്റ്റ് പെയിൻ കില്ലേഴ്സ് കൊണ്ട് മാറുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ, പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ട്രീറ്റ്മെന്റ് നടത്തി. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ വളരെ ഇഞ്ചക്ഷൻ എനിക്ക് വളരെ പേടിയുള്ള ഒരു വ്യക്തിയാണ്. സിറിഞ്ച് കണ്ടാൽ എനിക്ക് വളരെ പ്രയാസം. പക്ഷെ ആ ദിവസങ്ങളിൽ 7 ദിവസം കണ്ടിന്യൂസ് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തു. ആ പെയിൻ കില്ലർ എന്റെ ശരീരത്തിൽ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസമല്ലാതെ മുമ്പോട്ട് യാതൊരു മാറ്റങ്ങളും കാണാതെ വന്നില്ല. പിന്നെ അവിടെ നിന്ന് എന്നെ എൻ്റെ അമ്മയുടെ സഹോദരി പറഞ്ഞ് നമുക്ക് ഇതിൽ നല്ല ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിടയായി. പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലില് വളരെ പ്രസിദ്ധനായ ഡോക്ടർ അനൂപ്, അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ എന്നെ 10 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. 10 ദിവസം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് MRI സ്കാൻ എടുക്കാം. MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ഇതിനകത്ത് എന്താണ് മുമ്പോട്ടുള്ള സ്റ്റെപ്സ്. ഡിസ്ക്, വലിയ ഡിസ്ക് അകന്നതാണെങ്കിൽ സർജറിയിൽ കൂടെയും, ചെറിയ ഡിസ്ക് അകന്നതാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇഞ്ചക്ഷൻ വഴിയും നമുക്കിത് മാറ്റാമെന്നുള്ള ഒരു അഡ്വൈസ് ഡോക്ടർ തന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഭീതി വന്നു. കാരണം ഇത് രണ്ടും എനിക്ക് പേടിയാണ്. ഇഞ്ചക്ഷനും പേടിയാണ്, ഈ സർജറിയും പേടിയാണ്. അങ്ങനെ ഡോക്ടർ MRI സ്കാനിന് എഴുതി തന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അന്നാണ് ആംബുലൻസിൽ എന്നെ കിടത്തി MRI സ്കാൻ ചെയ്യാൻ വേണ്ടി പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് അവര് വലിയ സൈറനൊക്കെ ഇട്ട് കൊണ്ടുപോവുകയാണ്. ഏതോ വലിയ രോഗി പോകുന്ന പോലെ എന്നെ കിടത്തിക്കൊണ്ട് അവിടുത്തെ പത്തനംതിട്ടയിലെ ഒരു MRI സ്കാനിങ് സെന്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്ത് വല്ലാത്ത വെപ്രാളം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. കാരണം എന്നെ വേറെ എന്തോ സംഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുപോയി. MRI സ്കാനിങ്ങിന് വേണ്ടി സ്കാനിങ് റൂമിനകത്ത് കയറ്റി. സ്കാനിങ് മെഷീൻ പോലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്ന അന്നാണ്. ആ വലിയ ഒരു മെഷീന്റെ ഉള്ളിലേക്ക് എന്നെ കിടത്തി അകത്തോട്ട് കയറ്റി സ്കാനിങ് തുടങ്ങി. സ്കാനിങ് ഏകദേശം 1 മണിക്കൂർ സ്കാനിങ് ചെയ്തു. 1 മണിക്കൂറിനകത്ത് ഞാൻ ഉറങ്ങിയും പോയി. അതിനകത്ത് കിടന്നു സ്കാനിങ് എല്ലാം അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ നടന്നു. സ്കാനിങ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർക്ക് കൈമാറിക്കൊള്ളാം, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയതിനേക്കാളും വേറൊരു അനുഭവത്തിൽ തിരിച്ചു വരികയാണ്, ഒരു സന്തോഷത്തോടെ തിരിച്ചു വരികയാണ്. കാരണം എൻ്റെ മൈൻഡിനകത്ത് ഒരു ഫ്രീഡം കിട്ടിയതുപോലെ എനിക്കൊരു ഫീലിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ തന്നെ
അങ്ങോട്ട് ഞാൻ കടന്നുപോയി, ഞാൻ തിരിച്ചിരുന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ഡോക്ടർ അടുത്ത ദിവസം വന്നിട്ട് റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞ കാര്യമാണ്, പേടിക്കണ്ട, സർജറിയും വേണ്ട, ഇഞ്ചക്ഷനും വേണ്ട, ഈ രണ്ടിനും കുഴപ്പമില്ല, ഡിസ്ക് ചെറുതായിട്ടൊന്ന് അടുത്തിട്ടേ ഉള്ളൂ, അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് വെയിൻ ഒന്ന് ജാമായിരിക്കുകയാണ്. വെയിൻ ജാമായിരിക്കുന്നു, അതിന്റെ പെയിൻ ആണ് ലെഗ്സിലേക്ക്, കാലിലേക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട, അങ്ങനെയുള്ള യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. നമുക്കിത് വെയിറ്റ് ഇട്ട്, കാലിൽ വെയിറ്റ് ഇട്ട് നമുക്ക് ലെവലാക്കാം എന്ന് പറഞ്ഞു. ഒരു കാലിൽ 2.5 കിലോ, അങ്ങനെ 2 കാലോട് ചേർത്ത് 5 കിലോ എന്റെ കാലുകളിൽ കെട്ടിത്തൂക്കി എന്നെ ബെഡിൽ കിടത്തി. അങ്ങനെ 5 കിലോയുടെ വെയിറ്റുമായിട്ട് എന്റെ കാലിൽ കെട്ടി ഞാൻ മുത്തൂറ്റ് ഹോസ്പിറ്റലിലേക്ക് കിടക്കുകയാണ്. എന്റെ പന്തളത്ത് ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ പഠിച്ച ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവനാണ് എനിക്ക് നൈറ്റ് വന്ന് കൂടെ നിൽക്കുന്നത്, ബൈസ്റ്റാൻഡറായിട്ട് രാത്രി. അവൻ പകല് ജോലിക്ക് പോകും, നൈറ്റ് വന്ന് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കും. അങ്ങനെ ഒരു ബന്ധത്തിൽ അവനും വന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു വന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലില് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ ജിനോയ്ക്ക് പോകാം, 10 ദിവസത്തെ നമ്മുടെ കോഴ്സാണ്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് എന്നെ ഡിസ്ചാർജ് ചെയ്തു. എൻ്റെ ഒരു സഹോദരിയുടെ വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത് പത്തനംതിട്ട ഓമല്ലൂരാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തിരിച്ച് അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ, അതിനു മുമ്പ് ഡിസ്ചാർജ് സമ്മറി ഡോക്ടർ എഴുതിയപ്പോൾ അതിനകത്ത് കുറെ മെഡിസിൻസ്, ഡിസ്ചാർജ് മെഡിസിനോട് എഴുതിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് പോകുന്ന വഴിക്ക് മെഡിസിൻ മേടിക്കാം, ഹോസ്പിറ്റലിൽ നമുക്ക് വില കൂടുതലായിരിക്കും, അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നമുക്ക് മെഡിസിൻ വാങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മെഡിസിൻ വാങ്ങാതെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വാങ്ങി ഒരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സഹോദരന്റെ വീട്ടിൽ പോയി അവിടുന്ന് വീട്ടിലേക്ക്, എന്റെ ഭവനത്തിലെ സ്വന്തം വീട്ടിലേക്ക് കല്ലടയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കെല്ലാം ഞങ്ങള് നല്ല മെഡിക്കൽ സ്റ്റോറുകളെല്ലാം കാണുമ്പോൾ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഈ മെഡിക്കൽ ഷീറ്റ് കൊണ്ട് കാണിക്കുന്നുണ്ട് മെഡിസിന് വേണ്ടി. ആരുടെയും കയ്യിൽ, എത്ര മെഡിക്കൽ സ്റ്റോറിൽ കയറി അവിടെ ഒരു കടയിലും ഈ മെഡിസിൻ അവൈലബിൾ അല്ല. എനിവേ എന്റെ ഉള്ളിൽ സന്തോഷം, എന്റെ ശരീരത്തിലെ വേദന മാറിയല്ലോ, പെയിൻ എല്ലാം കുറഞ്ഞല്ലോ, ഇനിയിപ്പോ അങ്ങനെ പ്രശ്നം ഉണ്ടാകുകയില്ല എന്നുള്ള സന്തോഷത്തോടുകൂടി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. രാത്രിയായി. 11 മണി വരെ ഞാൻ നോർമൽ അവസ്ഥയിൽ എന്റെ കാര്യങ്ങൾ നടത്തി. എന്നാൽ 11 മണി കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തിന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. രാത്രി കിടന്നിരുന്ന എനിക്ക് പിന്നെ കിടക്കുവാൻ കഴിയുന്നില്ല. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, പപ്പ വിദേശത്താണല്ലോ. എന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് എന്റെ അമ്മയെ വിളിച്ചു. കാരണം എനിക്ക് സൗണ്ട് പോലും പുറത്തു വരുന്നില്ല. അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന എന്റെ അമ്മയെ വിളിച്ചിട്ട് ഞാന് വരുവാൻ പറഞ്ഞു. വന്നു നോക്കിയപ്പോൾ എന്റെ ശരീരത്തിൽ അനങ്ങുവാൻ കഴിയാത്തത്ര പെയിന് എന്റെ ശരീരത്തിൽ ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ രാത്രി 12 മണി മുതൽ രാവിലെ 5 മണി വരെ ഞാനും അമ്മയും ഉറങ്ങാതെ എന്റെ മുറിക്കകത്ത്, ഞാൻ കസേരയിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് കിടക്കണമെന്ന് തോന്നും, കിടക്കാൻ ചെല്ലുമ്പോൾ അവിടുന്ന് ഇരിക്കണമെന്ന് തോന്നും. ഇങ്ങനെ പല തരത്തിൽ മാറിയും തിരിഞ്ഞും നിൽക്കുകയാണ്. ആ സമയത്ത് ഇന്നും എനിക്കത് ഓർമ്മ എന്റെ മൈൻഡിൽ നിൽക്കുകയാണ്. ഒരു വലിയ വാഹനം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എങ്ങനെ കയറി പോകുന്നു, അതേ വേദന എന്റെ ശരീരത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക രാത്രി. കാരണം ഒരൊറ്റ വാക്കിന്റെ ഒരു മാറ്റമാണ്. ഇന്ന് നമുക്ക് മെഡിസിൻ ഇവിടുന്ന് വാങ്ങണ്ട, പുറത്തു പോയി വാങ്ങിച്ച് പോകാമെന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ നൈറ്റ് ഫുള്ള് ഞാൻ വേദന ഫുള്ള് അനുഭവിച്ച് കിടക്കുക. ഇവര് നേരം വിളക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് അടൂരേക്ക് ഒരു ബസ്സുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഫസ്റ്റ് ബസ്സിന് പൊയ്ക്കോ, ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ വാങ്ങിച്ചോട്ട് പോവാ. അമ്മ അതിരാവിലെ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി പത്തനംതിട്ട ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ വാങ്ങിച്ചു. 10 മണിക്കകത്ത് വീട്ടിൽ തിരിച്ചെത്തിയ ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുകയാണ്. തിരിച്ചെത്തി ആ മെഡിസിൻ കഴിച്ച് തുടങ്ങിയ ശേഷമാണ് എന്റെ ശരീരം നോർമൽ ലെവലിലേക്ക് വരുവാൻ തുടങ്ങുന്നത്. വേദനകൾ ഒന്ന് കുറഞ്ഞ് നിൽക്കുന്നു. ഇങ്ങനെയുള്ള പല രാത്രികൾ എന്റെ ജീവിതത്തിലുണ്ടായി.
പല രാത്രികളിലും ഇങ്ങനെ മാറി മാറി മെഡിസിൻ കഴിച്ച് നിൽക്കുക. എന്നാൽ പറയട്ടെ, ഈ പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിന്റെ അവസ്ഥ ഞാൻ വിചാരിച്ചു ഞാൻ ബെറ്ററായി എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അടുത്ത ലെവലിലേക്ക് ഞാൻ മാറുകയാണ്. വീണ്ടും എന്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കുക. രോഗത്തിൽ നിന്ന് രോഗത്തിലേക്ക് പോകുന്ന ഒരു അനുഭവത്തിലേക്ക്, ഡീപ്പ് ലെവലിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരിക്കുക. ഡോക്ടർ എന്നോട് പറഞ്ഞ് ഡിസ്ക്, പത്തനംതിട്ട മുത്തൂറ്റിലെ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണ്, നോ പ്രോബ്ലം, എന്നാൽ അത് മെഡിസിൻ കൂടെ മാറ്റാം എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ മെഡിസിൻ എല്ലാം പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ എന്നോട് അടുത്തൊരു അഡ്വൈസ് വന്നു, നമുക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ആയിരിക്കുന്ന ഒരു ജോയ് ഫിലിപ്പ് സാറിന്റെ നാലാഞ്ചലുള്ള ജോയ് ഫിലിപ്പ് സാറിന്റെ ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് മാറാം എന്ന് പറഞ്ഞ് ഒരു അഡ്വൈസ് അങ്ങനെ വന്നു. എന്നാൽ എന്റെ ആഗ്രഹം, ഞങ്ങളുടെ ആഗ്രഹം എത്രയും വേഗത്തിൽ ക്ലിയർ ആകണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തെ ഞങ്ങൾ പെട്ടെന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നു. ട്രിവാൻഡ്രം ജോയ് ഫിലിപ്പ് സാറിന്റെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അദ്ദേഹം ഒരു ട്രിപ്പ് മെഡിസിൻ തരുന്നത് 2 മാസത്തേക്കാണ്. ഒരു ട്രിപ്പ് മെഡിസിൻ തരുന്നത്, ഒരു കൺസൾട്ടിങ് ടൈമിൽ 2 മാസത്തേക്കുള്ള മെഡിസിൻ. 2 മാസം കഴിഞ്ഞിട്ട് ചെന്നാൽ മതി അദ്ദേഹത്തെ കാണുവാൻ. അങ്ങനെയുള്ള ആ ഒരു അനുഭവം വന്നു. 2 മാസം. അങ്ങനെ ഫസ്റ്റ് 2 മാസത്തെ മെഡിസിൻ വാങ്ങിച്ചു, വീട്ടിൽ വന്നു. ഇത് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ ഈ മെഡിസിനോട് അതിന്റെ കൂട്ടത്തിൽ അതിന്റെ ശേഷമുള്ള സമയത്ത് എടുത്ത് പോകുമ്പോ വെള്ളം എന്റെ ശരീരത്തിലേക്ക് ഞാനൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ കഴിച്ച സകല ഭക്ഷണവും എന്റെ പുറത്തു വരികയാണ്. വൊമിറ്റ് ചെയ്ത് മൊത്തം കളയുക. അങ്ങനെ എന്റെ ശരീരത്തിൽ വേദന പിന്നെയും കൂടത്തേ ഉള്ളൂ. കാരണം ഈ വൊമിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ 6 മാസത്തെ ട്രീറ്റ്മെന്റ്. 6 മാസത്തിനിടയ്ക്ക് ഞാൻ ഒരിക്കൽ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പറ്റത്തില്ല, കാരണം എനിക്ക് വേദന കുറയുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ എനിക്ക് ഒരു ദിവസത്തേക്ക് തന്നിരുന്നത് 18 ഗുളികകളാണ്. 18 ഗുളിക. ഒരു നേരം 6 ഗുളിക വെച്ച് 3 നേരം കഴിക്കുവാൻ. അതിൽ ഒരു ടാബ്ലറ്റിന്റെ പവർ എനിക്ക് ഇപ്പോഴും അറിയാം. 500 mg മില്ലിഗ്രാം, 500 മില്ലിഗ്രാമിന്റെ ഒരു ടാബ്ലറ്റ്. ഇങ്ങനെ അതെല്ലാം പെയിൻ കില്ലേഴ്സ് ആണ്. ഒരു നല്ല ഒരു എന്താ പറയുന്ന വിരലിന്റെ വലിപ്പം ഉണ്ടായിരുന്ന ഒരു ടാബ്ലറ്റ്. ഞാൻ 2 മാസം 3 മാസം കഴിഞ്ഞ് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഇത് കുറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോ പ്രോബ്ലം, ഈ ടാബ്ലറ്റ് നമുക്ക് 1000 ആക്കി തരാം എന്ന് പറഞ്ഞ് 500നെ ഡബിൾ ആക്കി എനിക്ക് 1000 ആക്കി തന്നു. 1000 ആക്കി തന്നപ്പോഴും എനിക്ക് വേറെ ഒന്നും കഴിക്കാനുള്ള ആരോഗ്യമില്ല ശരീരത്ത്. ഓരോ ദിവസം കഴിഞ്ഞ ശരീരം വീക്ക് ആയിക്കൊണ്ടിരിക്കുക. എന്റെ ഈ കാണുന്ന ബോഡി എല്ലാം ഈ മെഡിസിന്റെ പവർ കൊണ്ട് എരിഞ്ഞ്, മീൻസ് ഫുള്ള് കത്തി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. അസ്ഥിയോട് ചേരുന്ന ഒരു അനുഭവം വന്നു. വണ്ണമെല്ലാം പോയി, കവളെല്ലാം ഒട്ടി, ശോഷിച്ച ഒരു അനുഭവം. ലാസ്റ്റ് 6 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് എന്റെ അടുത്തുള്ള ഒരു ഒരു സഹോദരൻ, ഒരു ഹൈന്ദവ സഹോദരൻ എന്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, ജിനോയി, നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് ആയുർവേദത്തിലേക്ക് നമുക്ക് പോകാം, ആയുർവേദമാണ് ജിനോയി ബെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോകുന്നതിന് മുൻപ് ഈ ട്രിവാൻഡ്രത്തെ ട്രീറ്റ്മെന്റ് നടക്കാൻ നേരത്ത് ഒരു രാത്രിയിൽ എന്റെ ശരീരത്തിൽ വല്ലാത്ത പ്രയാസം തോന്നിയപ്പോൾ എന്റെ ഒരു ചർച്ചില്, എന്റെ നേരത്തെ ഉണ്ടായിരുന്ന ചർച്ചിലെ ഒരു അങ്കിള് എന്നെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു തോമസ് എന്ന ഡോക്ടറാണ് കൺസൾട്ട് ചെയ്യുന്നത്. ഒരു ക്ലിനിക്കിൽ ഒരു പഴയ ഒരു ഡോക്ടറാണ് അദ്ദേഹം, പ്രായമുള്ള ഒരു ഡോക്ടർ. അപ്പൊ ഡോക്ടർ എന്റെ അവസ്ഥ കണ്ടിട്ട് അങ്കിളിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ശരിക്കും ട്രീറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്, ഇത് സാധാ ഒരു പ്രശ്നമല്ല, ഇവന്റെ ശരീരം ഫുള്ള് കെട്ടിയിട്ട്, മീൻസ് ബാൻഡേജ് ചെയ്ത് എടുക്കേണ്ട ഒരു രോഗമാണ്. അപ്പോൾ അത്രത്തോളം കെയർ ചെയ്ത് പോകേണ്ട ഒരു അനുഭവം. അപ്പൊ ഞാൻ എന്നെ കേൾക്കാതാണ് ഇവർ പറയുന്നത്. പക്ഷെ ഞാനത് കേട്ടത് ഇത് കഴിഞ്ഞിട്ട് എന്റെ അമ്മയോട് വന്ന് ഈ അങ്കിള് വന്ന് പറഞ്ഞു, ഇവനെ നല്ലൊരു ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നാണ് ഡോക്ടറിന്റെ അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അമ്മ ഒറ്റയ്ക്കുള്ള, പപ്പ വിദേശത്താണ്, അമ്മയ്ക്ക് നിസ്സഹായമായ അവസ്ഥ, എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യം. എന്നാൽ ഞാൻ ഉണ്ടായിരുന്ന ചർച്ച്
നേരത്തെ ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ചർച്ച് എനിക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. എല്ലാ തരത്തിലും എൻ്റെ മെഡിക്കൽ ലെവലിൽ പോകുവാനാണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും പോലും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു ചർച്ച്. അന്നത്തെ എൻ്റെ ചർച്ചിലെ പാസ്റ്റർ സാമുവൽ വിൽസൺ. അനേക ഗാനങ്ങൾ എഴുതിയ പാസ്റ്റർ സാമുവൽ വിൽസൺ ആയിരുന്നു എൻ്റെ നല്ലൊരു സ്പിരിച്വൽ മെന്ററും എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിൽ കൂടെ കാര്യങ്ങളെല്ലാം ചെയ്തു. അവള് ആ ദിവസങ്ങളെല്ലാം വല്ലാത്ത അനുഭവം കണ്ട് നേരെ എന്നെ ആയുർവേദത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആയുർവേദ മെഡിക്കൽ കോളേജ് എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ പുത്തൂര്, അതായത് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴി പുത്തൂർ പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു SN ആയുർവേദിക് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. അവിടെ എന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഫസ്റ്റ് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഷർട്ടെല്ലാം ഒന്ന് അഴിച്ച് ഈ ബോഡി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ്, ആയുർവേദമല്ലേ, എന്നെ ജനലിൽ ഇങ്ങനെ പിടിച്ചില്ല, ജയിൽ പുള്ളികളെ നിർത്തുന്ന പോലെ എന്നെ ജനലിൽ പിടിച്ച് നിർത്തിയിട്ട് ഡോക്ടർ എൻ്റെ ബോഡി സ്ട്രക്ചർ ഒന്ന് എടുത്തിട്ട് പറഞ്ഞ്, ഇത് ഇച്ചിരി പ്രയാസമുള്ള വിഷയമാണ്, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ കിടത്തി ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു അനുഭവം. കാരണം എൻ്റെ പ്രായം 22-23 സമയമാണ്. എങ്ങനെയും രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്തയിൽ പപ്പ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് അഡ്മിറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ ഡെയിലി നല്ല ഒരു ലിസ്റ്റ് എഴുതി തരികയാണ്, എന്തെല്ലാം മെഡിസിൻസ്, എന്തെല്ലാം ട്രീറ്റ്മെന്റ്സ്. ശരീരത്തിൽ ഞാൻ പറയട്ടെ, അത് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ശരീരം അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസ് കയറി ഇറങ്ങി പഠിച്ച ശരീരമാണ്. എന്റെ ശരീരത്തിൽ അവര് നല്ല രീതിയിൽ പഠിത്തം നടത്തി, നല്ല രീതിയിൽ പഠിത്തം നടത്തി. ഇത്രത്തോളം അവർക്ക് പഠിക്കാമോ മെഡിക്കൽ സ്റ്റുഡൻസ്, സകല ഡോക്ടേഴ്സ് ഇന്നും എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന കുറച്ച് അവിടുത്തെ അന്നത്തെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവര് അന്നത്തെ അവസ്ഥ കണ്ടിട്ട് ഇന്നത്തെ അവസ്ഥയോടെ നോക്കുമ്പോൾ കമ്പയർ നോക്കുമ്പോൾ വളരെ ഒരു അതിശയമാണ്. കാരണം ഇത് എങ്ങനെ മാറി നിൽക്കുന്നു എന്നുള്ള കാരണം ഞാൻ പറയട്ടെ. അപ്പോ ഇവര് കയറി ഇറങ്ങി പഠിച്ച ഈ ശരീരം, ഇതിനകത്ത് ഇനി സർജറി അല്ലാതെ, മീൻസ് ആയുർവേദത്തിൽ സർജറി ഇല്ല, ബാക്കി എല്ലാ വിധത്തിലെ മെഡിസിൻസും ഈ ശരീരത്തിൽ അവര് പയറ്റിയതാണ്. പല പല തരത്തിലുള്ള കിഴിയാണെങ്കിലും എന്താ പറയാ തിരുമലാണെങ്കിലും അതിനകത്ത് നസ്യമുണ്ട്, വസ്യമുണ്ട്, അങ്ങനെ പല പല ഒത്തിരി പേരുകൾ ആയുർവേദത്തിലുണ്ട്. ഒത്തിരി ട്രീറ്റ്മെന്റ്സ് ഈ ശരീരത്തിനകത്ത് ചെയ്ത് മരുന്നുകൾ കയറ്റി ഇറക്കിയ ഒരു ശരീരം. അപ്പോൾ അങ്ങനെ ഈ ശരീരം അവർക്ക് പഠിക്കാൻ ഞാൻ കൊടുത്തു. ലാസ്റ്റ് എന്തെങ്കിലും ആയി തീരട്ടെ എന്നുള്ള ഫ്രീ ആയിട്ട് അവർക്ക് ശരീരം ഞാൻ കൊടുത്തു. അവര് എന്നെ കൊണ്ട് എണ്ണത്തോണിയിൽ കൊണ്ട് ഇട്ടിട്ട് അവരങ്ങ് തിരുമ്മി പഠിക്കുകയായിരുന്നു ഡോക്ടേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. അപ്പോൾ അങ്ങനെ അവര് ഈ ശരീരം കയറി ഇറങ്ങി ഒരു മാസം, അതാണ് എൻ്റെ അവിടുത്തെ ഒരു മാസം ഒറ്റ ഒരു റൂമിനകത്ത് ഞാൻ കിടക്കുക. എൻ്റെ അവസ്ഥ അവിടുത്തെ എൻ്റെ സെയിം പ്രായത്തിലുള്ള വ്യക്തികളാണ് അവിടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളത്, എൻ്റെ സെയിം പ്രായത്തിലുള്ളത്. അപ്പോൾ അവർക്ക് വളരെ ഒരു വിഷമം എന്നെ കാണുമ്പോൾ ഉണ്ടായി. കാരണം അവര് ഓടി നടക്കുന്നു, ഞാൻ ഇവിടെ കിടക്കുന്നു. ഇങ്ങനെ കണ്ടപ്പോൾ അവര് ഡെയിലി നൈറ്റ് അവരുടെ അവരുടെ പഠന സമയം മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി എൻ്റെ റൂമിൽ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ വേണ്ടിയുള്ള ഒരു രീതിയിലേക്ക് അവർ വരാറുണ്ട്. ഡെയിലി വരും. കാരണം വീൽ ചെയറിലാണ് ഹോസ്പിറ്റലിനകത്ത് ഞാൻ ഈ തിരുമാൻ വേണ്ടി പോകുന്നതും എന്നെ കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വീൽ ചെയറിൽ ആ ഒരു അനുഭവമായി. നടക്കുമെന്ന ഒരു അനുഭവമില്ല. കാരണം നടക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഈ ശരീരത്തിൽ ഈ കാലുകൾ, ഈ നമ്മുടെ അരഭാഗം ഒരു കയറ് വെച്ച് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് നമ്മൾ പിള്ളേരോടോ അല്ലെങ്കിൽ നമ്മളോടോ ഒന്ന് നടക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നടക്കുന്നു, ആ ഒരു അനുഭവമായിരുന്നു എൻ്റെ ശരീരം. നടക്കുവാൻ കഴിയത്തില്ല, വേദന കൊണ്ട് അത്രയും വേദന. ഈ രണ്ട് കാലുകൾ കൂട്ടിക്കെട്ടി വെച്ചിട്ട് നടക്കുന്ന ഒരു അനുഭവം എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. എൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഞാൻ എൻ്റെ വാഷ്റൂമിലേക്ക് ഒന്ന് പോകണമെങ്കിൽ ഏകദേശം ഒരു 40 മിനിറ്റ് ഞാൻ എടുക്കുമായിരുന്നു. കാരണം അത്രത്തോളം പ്രയാസപ്പെട്ട് ഞാൻ നടന്നിരുന്ന അനുഭവം. ഒന്ന് നിവർന്ന് നിൽക്കുവാനോ, ഒന്ന് 5 മിനിറ്റിൽ കൂടുതൽ ഇങ്ങനെ ഒരു കസേരയിൽ എനിക്ക് ഇരിക്കുവാനോ കഴിയാത്തവരാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി ഈ ട്രീറ്റ്മെന്റ് 30 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്
ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് പോകണം, എനിക്ക് ഇതിനകത്ത് കിടക്കാൻ വയ്യ, എനിക്ക് വീട് കാണണം, എനിക്ക് പുറം ലോകം കാണണം, എന്നെ വിട് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ നിലത്ത് കുത്തിയിരുന്ന് കാണിക്കാമെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിടാമെന്ന്. ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ്, നിലത്ത് കുത്തിയിരുന്ന് കാണിക്കാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിടാമെന്ന്. ഞാന് മനസ്സിനകത്ത് ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചിരുന്നു, നിലത്ത് കുത്തിയിരുന്ന് കാണിച്ചാൽ പോകാം. കാരണം ഇത് അവരുടെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞ, ഞാൻ കണ്ണം പൂട്ടി നിലത്ത് കുത്തി അങ്ങ് ഇരുന്നു. കാരണം എനിക്ക് വീട്ടിൽ പോകണമല്ലോ. എന്റെ ശരീരത്ത് അത്രയും വേദന നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് വീട്ടിൽ പോകണമെന്നുള്ള ഒറ്റ ചിന്തയിൽ ഞാൻ നിലത്ത് കടിച്ചു പിടിച്ച് കുത്തി ഡോക്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് എഴുന്നേറ്റ് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, എന്നാ ശരി, ഞാൻ നിനക്ക് ഡിസ്ചാർജ് എഴുതി തരാം, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് എഴുതി മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാ ബുധനാഴ്ച ദിവസവും നീ വരണം, എന്നെ വന്ന് കാണണം, എന്നെ കാണിക്കണമെന്ന്. എല്ലാ ബുധനാഴ്ച ദിവസവും ഓട്ടോറിക്ഷ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും. എന്നാൽ ഈ ബുധനാഴ്ച ദിവസങ്ങളുടെ എണ്ണം കൂടുന്തോറും എന്റെ ശരീരത്തിന്റെ വേദന പിന്നെയും കൂടിക്കൊണ്ടിരിക്കുക. അനുഭവം വീണ്ടും ആ മറിയുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാണ്. ഇങ്ങനെയൊക്കെ ദിവസങ്ങൾ തള്ളി നീക്കി പോയി ഏകദേശം 1 മാസം 2 മാസം വീട്ടിൽ നിന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ അനുഭവം മാറുന്നു എന്നാണ് ഡോക്ടർ നിർബന്ധിച്ച് പറഞ്ഞു, പോരാ, ഇവിടെ കിടന്ന് വീണ്ടും ട്രീറ്റ്മെന്റ് ചെയ്യണം. അങ്ങനെ വീണ്ടും എന്നെ 18 ദിവസത്തേക്ക് വീണ്ടും അഡ്മിറ്റ് ചെയ്തു. മൊത്തം 48 ദിവസം ഞാൻ ആയുർവേദത്തിന്റെ ബെഡിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഞാൻ കിടക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള 2 മാസം അല്ലാതെയും പോയും വന്നും ഞാൻ ഡോക്ടറെ കാണുവാനാണ്. എന്നാൽ ഈ 12ാമത്തെ ആ ഒരു ടൈമിൽ എന്നെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ എന്നെ എഴുതി എന്നെ ആക്കിയിട്ട് ഡോക്ടർ പോക്ക് പോയതാണ്. പിന്നെ ആ ഡോക്ടറെ എന്റെ റൂമിൽ ഞാൻ കണ്ടിട്ടില്ല. 18 ദിവസം ഡോക്ടർ എന്നെ നോക്കാൻ വന്നിട്ടില്ല. അവിടുത്തെ പ്രൊഫസറാണ്. ഡോക്ടർ എന്റെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കാനേ ഇല്ല. ഒരു ഫോൺ വിളിച്ചാൽ എടുക്കില്ല. യാതൊരുമായ ബന്ധങ്ങളും ഞാനുമായിട്ടില്ലാത്ത ഒരു അനുഭവം. അങ്ങനെ ജൂനിയേഴ്സിനെയും കൊണ്ട് അദ്ദേഹം നോക്കിക്കും കാര്യങ്ങളെല്ലാം. ലാസ്റ്റ് 18ാം ദിവസം എന്റെ പിതാവ് ആ സമയത്ത് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയും, പപ്പ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ട് പറഞ്ഞു, പറ്റത്തില്ല, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്താ, ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ബലമായിട്ട് അവിടെ നിന്ന് എഴുതി വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് എന്റെ മൈൻഡിൽ ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു അനുഭവം ഒന്ന് കുറയുവാനിടയായി. പ്രാർത്ഥന എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല, ഒരു രോഗത്തിനൊരു സൗഖ്യം വരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അനുഭവം വന്നപ്പോൾ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് പതിയെ ഞാൻ പുറകിലേക്ക് പോകാനിടയായി. അപ്പോൾ അതിനു മുമ്പുള്ള സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 2 വിഷയങ്ങൾ, 2 വ്യക്തികൾ എന്നെ ബൈബിളിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒന്ന്, യോശുവയുടെ പുസ്തകത്തിൽ ഒരു സ്ത്രീയുണ്ട്, രാഹാബ് എന്ന് പറയുന്ന സ്ത്രീയുണ്ട്. ആ സ്ത്രീ കാരണം അവരുടെ കുടുംബത്തെ ദൈവം രക്ഷിച്ചു എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ആ യോശുവയുടെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് യോശുവയും കൂട്ടരും, അല്ലെങ്കിൽ ആ സ്ത്രീ അവിടെ ഉടമ്പടി ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ത്രീ ഒരു ഉടമ്പടി ചെയ്യുന്നത്, ആ ഉടമ്പടി എന്റെ മനസ്സിൽ കിടക്കുകയാണ്. ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും അത് മറക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം എല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്തൊരു വ്യക്തിയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 9ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. പിറവിയിലെ കുരുടനായ മനുഷ്യന്റെ ജീവിതത്തിൽ യേശു കർത്താവ് വന്നപ്പോൾ ആ മനുഷ്യന്റെ കണ്ണിൽ നിലത്ത് തുപ്പി, നിലത്തെ മണ്ണുകൊണ്ട് കർത്താവ് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പൂശി അവന് സൗഖ്യം വരും, ശിലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ടാകും. അപ്പോൾ ഇതും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒന്ന്, രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ. 2, ഈ ശിലോഹാം കുളത്തിൽ പോയി കഴുകിയ ആ മനുഷ്യൻ. അപ്പോൾ ഈ 2ഉം കർത്താവ് ചെയ്തു മാറ്റിയത് എന്റെ മനസ്സിൽ കിടക്കുക. എനിവേ ഇതൊക്കെ കഴിഞ്ഞ് പോയെങ്കിലും ഈ ലാസ്റ്റ് ടൈമിലേക്ക് വന്നപ്പോൾ എന്റെ ഈ മനസ്സിൽ ഇതെല്ലാം അങ്ങ് മാഞ്ഞു പോവുക. കാരണം എന്റെ അനുഭവത്തിൽ ശിലോഹാംകുളവും ഇല്ല, രാഹാവും ഇല്ല, ഒന്നുമില്ല. ഞാനൊരു ശൂന്യമായി നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് പതിയെ താഴോട്ട് പോകുന്ന അനുഭവം. അങ്ങനെ വന്നപ്പോ ഞാന് പപ്പ വന്നിട്ട് ഈ ഡിസ്ചാർജ് ഒക്കെ എഴുതി മേടിക്കുകയാണ്, നിർബന്ധത്തിൽ എഴുതി വാങ്ങുകയാണ്.
നിർബന്ധത്താൽ. ഹോസ്പിറ്റലുകാർ ഒരിക്കലും തരികയില്ല എന്ന് പറയുക. എന്നാലും പപ്പ പറഞ്ഞു പറ്റത്തില്ല, ഞങ്ങൾക്ക് കിട്ടിയേ മതിയാകും, ഞങ്ങൾ കിംസിൽ കൊണ്ടുപോയിക്കൊള്ളാം, നിങ്ങളുടെ യാതൊരുതുമായ ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിർബന്ധത്താൽ ഡിസ്ചാർജ് എഴുതി വാങ്ങിച്ച് പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും എന്നെ കാണുവാനും എൻ്റെ സഭയിലുള്ള എല്ലാവരും എന്നെ കാണാൻ വളരെ ആകാംക്ഷയോടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ദിവസങ്ങളിൽ തന്നെ എൻ്റെ വീട്ടിൽ ഉപവാസവും പ്രഖ്യാപിച്ചു, ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. ഉപവാസത്താല് ഇങ്ങനെ കാര്യം നടക്കുകയുള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ മാത്രം, ട്രീറ്റ്മെന്റിൽ ആ മെഡിസിന്റെ പവറിൽ മാത്രം ഒന്ന് എഴുന്നേറ്റ് നടക്കുന്ന ഒരു അനുഭവമാണ്. ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ ബെഡഡായിട്ട് മീൻസ് ഫുള്ളി ഞാൻ കിടപ്പിലാകുന്നതാണ്. ഒന്നിനും കഴിയത്തില്ല, ഒന്നിനും എന്നെ കൊണ്ട് കൊള്ളുകയില്ല എന്നുള്ള അനുഭവം ഉണ്ടായി. ഈ ട്രിവാൻഡ്രത്ത് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കാത്ത ഞാനിങ്ങനെ ചിന്തിപ്പാടേ, മതി, എനിക്കിനി ജീവിക്കണ്ട, സൂയിസൈഡ് ചെയ്ത് ഈ ലൈഫ് നശിപ്പിക്കാമെന്ന്, എൻ്റെ ജീവിതം നശിപ്പിച്ച് കളയാമെന്ന് ചിന്തിച്ച് ഞാൻ 3 പ്രാവശ്യം അതിനുവേണ്ടി ഞാൻ തയ്യാറായി വെക്കുക, സൂയിസൈഡ് ചെയ്ത് ജീവൻ തീർത്ത് കളയാം. കാരണം ഇനി എന്തിന് ജീവിക്കണം? കാരണം ഇങ്ങനെ ഒരു രോഗിയായിട്ട് കിടക്കേണ്ട ആവശ്യമില്ല. ഞാൻ പലവട്ടവും പ്രാർത്ഥിച്ചു, കർത്താവേ, ഒന്നെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം, അല്ലെങ്കിൽ മതി, എനിക്ക് ജീവിതം മതിയാക്കി എടുത്തോളണമേ എന്ന് ഞാൻ പലവട്ടവും പ്രാർത്ഥിച്ചു. അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ടാബ്ലറ്റ്സ് എല്ലാം ഞാൻ എടുത്തിട്ട് ഒരു ദിവസം നൈറ്റിൽ ഞാനിങ്ങനെ എടുത്ത് ഞാൻ കഴിക്കുവാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ എടുക്കുന്നതല്ലാണ്ട് ഈ കൈ ആ ദിവസം ഒന്നും പൊങ്ങുകയില്ല. അതാണ് അവിടെ വരുന്ന ഒരു ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. ഞാൻ എടുക്കും, പക്ഷെ മുകളിലേക്ക് എനിക്കത് കഴിക്കുവാനുള്ള ഒരു ആരോഗ്യം ആ ദിവസങ്ങളിൽ വരുത്തില്ല. കാരണം അത്രയും ദിവസവും ഇല്ലാത്ത പെയിൻ ആണ് ആ സമയത്ത് എൻ്റെ കയ്യിൽ കയറി വരുന്നത്. എൻ്റെ എല്ലാ ജോയിന്റ്സും, ഇപ്പോൾ കാണുന്ന ഈ ശരീരത്തിലെ ഏതെല്ലാം ജോയിന്റ്സ് ഉണ്ടോ ആ ജോയിന്റ്സ് എല്ലാം റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്ന് ബാധിച്ചതാണ്. റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന എല്ലാ ജോയിന്റ്സിന്റെ ഇടയ്ക്കുണ്ടാകുന്ന ഒരു ലിക്വിഡ് ഉണ്ട്, ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് തിക്കാവുകയും ആ അനുഭവം വരുമ്പോൾ നമ്മുടെ ശരീരം ഫുള്ള് ടൈറ്റ് ആവുന്ന അനുഭവം. പിന്നെ ജോയിന്റ്സ്, നമ്മള് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കറിയാം, അതിനകത്ത് ലൂബ്രിക്കേഷൻസ് എന്ന് പറയുന്ന സംഭവം, ലൂബ്രിക്കൻസ്, നമ്മൾ എഞ്ചിൻ ഓയിലും അല്ലാതുള്ള ഓയിൽസ് എല്ലാം നമ്മൾ ഒഴിക്കും, ഗ്രീസിങ് കാര്യങ്ങളെല്ലാം ചെയ്യും. പ്രോപ്പറായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം കേടാവും. ഇതുപോലെ കർത്താവ് നമ്മളെ ഇംബിൽഡ് ചെയ്ത് നമുക്ക് തന്നിരിക്കുക, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുക. ഇതെല്ലാം ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ആക്കി കർത്താവ് അയച്ചിരിക്കുക. അപ്പോൾ ഇതെല്ലാം എൻ്റെ ശരീരത്തിലെ ഈ ഫ്ലൂയിഡ് എല്ലാം ടൈറ്റ് ആയി, മീൻസ് ഉണങ്ങിയ ഒരു അനുഭവം വന്നപ്പോഴാണ് എൻ്റെ ബോഡിയിൽ ഈ ജോയിന്റ്സ് എല്ലാം എന്താ പറയുക, നല്ല ചൂട്. പനി വരുമ്പോൾ എങ്ങനെ നമ്മുടെ ശരീരം ചൂടാവുന്നു അതുപോലെ എൻ്റെ ജോയിന്റ്സ് എല്ലാം കയറി ചൂടാവും. അപ്പൊ ശരീരത്തിന്റെ എല്ലാ മുട്ടും, കൈമുട്ടും, ഈ കൈയുടെ വിരലുകൾ, ഈ ഭാഗങ്ങളെല്ലാം കീറി ചൂടാവും. മീൻസ് നീര് കയറിക്കൊള്ളുക, നീര് കയറിക്കൊണ്ടിട്ട് അനങ്ങാൻ കഴിയാത്തൊരു അനുഭവത്തിലേക്ക്. ഞാന് ട്രിവാൻഡ്രത്ത് ജോയ് ഫിലിപ്പ് സാറിന്റെ ട്രീറ്റ്മെന്റിന് കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും എൻ്റെ അമ്മയോട്ട് ഞാൻ വീട്ടിൽ ഫോണിൽ സംസാരിച്ച പറഞ്ഞൊരു കാര്യമാണ്. അവിടെ വെച്ചൊരു മുതിർന്നൊരു സഹോദരി, എൻ്റെ അമ്മയുടെയൊക്കെ ആ പ്രായം വരുമായിരിക്കും, ആ സഹോദരിയെ കണ്ടപ്പോൾ സംസാരിച്ചു, എത്ര നാൾ കൊണ്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തുന്നു? അവര് പറഞ്ഞു 20 വർഷമായിട്ട് ഒരു മെഡിസിൻ എടുക്കും, 20 വർഷമായിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, കർത്താവേ, അപ്പോൾ 20 വർഷം ഞാൻ ഇനിയും പോകണം മെഡിസിനുമായിട്ട്? കാരണം എൻ്റെ തുടങ്ങിയതേ ഉള്ളൂ, ഏകദേശം 7 മാസമേ ആയിട്ടില്ല ഞാൻ രോഗിയായിട്ട്. അപ്പോൾ ഇവര് 20 വർഷം കൊണ്ട് മെഡിസിൻ എടുക്കുന്നു, ഞാനും അപ്പോൾ മുമ്പോട്ട് പോകണം. അപ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു, 20 വർഷം മുൻപോട്ട് ഇനിയും. ആ ദിവസങ്ങളിൽ തന്നെ ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ ന്യൂസ് പേപ്പറിനകത്ത് വന്ന ഒരു ന്യൂസാണ്, എറണാകുളത്ത് ഒരു പെൺകുട്ടി റൊമാറ്റോ ആർത്രൈറ്റിസ് വന്ന് മരണപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് അടുത്ത എൻ്റെ മനസ്സിൽ വന്നു, റൊമാറ്റോ ആർത്രൈറ്റിസ് വന്നാൽ മരണവും ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തകളൊക്കെ മനസ്സിലേക്ക്, നെഗറ്റീവായിട്ടുള്ള പല ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. എൻ്റെ ഭവനത്തിനകത്ത് എല്ലാവർക്കും ഓരോരോ അനുഭവം ഉണ്ടാക്കി. എൻ്റെ ഒരു സഹോദരിക്ക് റൊമാറ്റിക് ഫീവർ വന്നാണ് ഒരാൾ വിശ്വാസത്തിൽ ഒന്ന് ഉറയ്ക്കുന്നത്. ആദ്യം സ്നാനപ്പെട്ട സഹോദരിക്ക്
ഈ തൊണ്ടയ്ക്ക് ഗ്രെയിൻസ് മീൻസ് കുരുപ്പുകൾ വന്ന് സൗണ്ട് ഫുള്ള് ഡൗൺ ആയി. അങ്ങനെയാണ് അദ്ദേഹം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവർ രണ്ടും വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും കണ്ടു. അപ്പൊ അവർക്കും കുറച്ച് മീൻസ് കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്ത സൗഖ്യം കണ്ട് പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു ഉറപ്പ് വന്നു. എന്നാൽ എനിക്കിതെല്ലാം ഒരു നോർമൽ ഒരു കാര്യം പോലെ ആയിട്ട് തോന്നി ഞാൻ നിൽക്കുന്നത്. എന്നാൽ 2008 ഏപ്രിൽ മാസം മുതൽ ഞാൻ മുഴുവൻ മുമ്പോട്ടുള്ള എല്ലാ മാസങ്ങളും ഞാൻ കിടപ്പിന്റെ ഒരവസ്ഥയിൽ വന്നു. 2009 പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുക. പുതിയൊരു വർഷത്തിൽ പ്രവേശിക്കുമ്പോഴെല്ലാം ഞാൻ ഒരു നെഗറ്റീവ് ചിന്തയുമായിട്ട് കിടക്കുകയാണ്. ഒരിക്കലും ഒരു പ്രതീക്ഷയുമില്ലാതെ കിടക്കുക. പ്രതീക്ഷയില്ലാതെ കിടക്കുമ്പോൾ ചർച്ചിൽ സൺഡേ ദിവസങ്ങളിൽ ആരാധനയ്ക്ക് പോകാൻ പോലുള്ള ഒരു മടി, മനസ്സില്ലാതെ ഞാൻ കിടക്കുക. കാരണം എന്തിനു പ്രാർത്ഥിക്കണം, എന്തിന് ദൈവത്തെ വിളിക്കണം, എന്തിന് ബൈബിൾ വായിക്കണം, ഈ ഒരു ചിന്ത. എന്നാൽ എന്നും രാത്രി ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കിടക്കയ്ക്കരികിൽ എൻ്റെ അമ്മ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അമ്മ എന്നും എൻ്റെ തലേണ ഇരിക്കുന്ന ഭാഗത്ത് വന്ന് കൈവച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഇതൊക്കെ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥതകളാണ്. കാരണം മരിക്കണോ ഇങ്ങനെ കിടക്കുന്ന ഒരു അനുഭവമാണ്. ഇനി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഇനി മരിച്ചാൽ മതി എന്നുള്ള ചിന്തകൾ. അങ്ങനെ നിന്ന സാഹചര്യങ്ങളൊക്കെ വന്ന് 2-3 ആഴ്ച സൺഡേയിൽ പള്ളിയിൽ പോകാനോ പ്രാർത്ഥനയ്ക്ക് പോകാനോ ഞാൻ മനഃപൂർവ്വം കാരണം അവോയ്ഡ് ചെയ്യുകയാണ്. പോകുന്നില്ലെന്നുള്ള ചിന്തയിൽ വേദന 1, 2 ആരെങ്കിലും വന്ന് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ മനഃപൂർവ്വം ഞാൻ പറയാം വരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്നു. ഒരു സൺഡേയിൽ എന്നെ പാസ്റ്റർ സാമുവൽസൺ നിർബന്ധിച്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് വരണം ജിനോയ്, വരണം ചർച്ചയിൽ വന്ന് അന്ന് ഞങ്ങള് പ്രാർത്ഥന നടന്നൊരു വീട്ടിലാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ വന്ന് ഈ റൂമിൽ കിടന്നോ, കുഴപ്പമില്ല, നീ വീട്ടിൽ കിടക്കണ്ട, ഇവിടെ വന്ന് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് എന്നെ അവിടുന്ന് പൊക്കിയെടുത്ത് ആ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കണ്ട് എനിക്ക് വേണ്ടി ഒരു ബെഡ്റൂം ഒരുക്കി അവിടെ വെച്ചിട്ടുണ്ട്. നീ ഇവിടെ കിടന്ന് നേരി ആരാധന കണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആ കട്ടിലിൽ എന്നെ കട്ടിലിൽ കിടക്കുന്ന സമയത്താണ് ആരാധന നല്ല ആരാധന വെളിപ്പെട്ട് നടക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ കർത്താരദാസൻ സാമുവൽസൺ പാസ്റ്റർ ഒരു പുതിയ പാട്ട് അവിടെ എഴുതുവാണ്. മീൻസ് പാടുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആരാധന മധ്യത്തിൽ ലഭിച്ച 1-2 വരികൾ അദ്ദേഹം ഇങ്ങനെ ആരാധനയ്ക്കിടയ്ക്ക് തന്നെ ഗിത്താർ എടുത്തു വെച്ച് ഉറക്കെ പാടും. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തെക്കാൾ. ഈ വരികൾ ഇങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പാടുവാൻ തുടങ്ങി. അപ്പൊ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഞാന് റിയലി എൻ്റെ അമ്മയുടെ സ്നേഹം ഞാൻ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക. രാത്രി ഞാൻ എന്നെ തന്നെ ഞാൻ പ്രായിക്കൊണ്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കുക, എന്നെ വന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഇത് ഞാൻ കാണുന്നുമുണ്ട്, കേൾക്കുന്നുമുണ്ട്. ഇതിനോടൊപ്പം തന്നെ ദിവസം ഈ പാട്ട് അമ്മയേകിടും സ്നേഹത്തെക്കാൾ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് വല്ലാണ്ടൊരു മാറ്റം ഉണ്ടായി. കാരണം ആ കിടക്കയിൽ ഞാൻ അന്ന് ചിന്തിച്ചു, കർത്താവ് ഞാൻ വരാതിരുന്നെങ്കിൽ നഷ്ടമായി പോയതായിരുന്നു. അന്ന് നല്ലൊരു ആരാധന സഭയ്ക്കുള്ളിൽ വെളിപ്പെട്ടു. ആ പാട്ട് അവിടെ പാടുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു. ആ ദിവസങ്ങൾ പിന്നീട് ഞാൻ പതിയെ ഞാൻ കർത്താവിലേക്ക് വീണ്ടും ഒന്ന് തിരിഞ്ഞു വരുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. പിന്നെ മരണം എന്നുള്ള ചിന്തയൊക്കെ മാറി ജീവിക്കണം എന്നുള്ള ചിന്തയിലേക്ക് വന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് ജീവിക്കണം, എനിക്ക് ആരോഗ്യത്തോടെ നിൽക്കണം. ഞാന് എൻ്റെ ബാല്യം മുതൽ എനിക്ക് പാട്ടിനോട് വളരെ ഒരു ബന്ധം, ഒരു കമ്പം എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. പാട്ട് പാടിക്കണം എന്നുള്ള ആ ഒരു ചിന്ത. ഇപ്പോൾ ഓർത്തഡോക്സിലായ സമയത്തും പാട്ടിന് എനിക്ക് നല്ലൊരു സ്ഥാനം അവിടെ പള്ളിയിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്നപ്പോഴും മുൻപോട്ട് വന്നപ്പോഴും ആ ഒരു ചിന്ത മനസ്സിൽ കിടക്കും. ഞാൻ ഈ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് എന്നെ സ്വാധീനിച്ച 3 പാട്ട്, അതിലൊന്നാണ് നിത്യസ്നേഹത്തിൽ എന്നെ സ്നേഹിച്ചുള്ളത്. വേറെ 2 പാട്ട്, ഒന്ന് എൻ പ്രിയനെ യേശുവെ രക്ഷക നിൻ കരമെന്മേൽ തൊടുക എന്നുള്ളൊരു പാട്ടുണ്ട്. വെണ്മയായി തീരട്ടെ എൻ ശരീരവും എൻ്റെ ഉള്ളിലെ സകലം, അഗ്നി ഇറങ്ങി എന്നെ സകലം ശോധന ചെയ്ത് ശുദ്ധീകരിക്കണമേ ഒരു പാട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പാട്ടാണ് ഉള്ളം നൊന്തു നീ കേഴുമ്പോൾ ഉള്ളം കയ്യിൽ താങ്ങിടുന്ന ഒരു കർത്താവിനെ കുറിച്ച്. ഇങ്ങനെ 2 പാട്ട് ഞാനവിടെ കേൾക്കും. എപ്പോഴും എൻ്റെ റൂമിനകത്ത് ഞാനൊരു ചെറിയൊരു CD പ്ലെയർ വെച്ച് ഇത് മാത്രം ഇങ്ങനെ കേട്ടു, എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്കിടയ്ക്ക് നിത്യസ്നേഹത്താൽ വന്നപ്പോൾ എൻ്റെ ലൈഫ് ടോട്ടലി മാറാൻ തുടങ്ങി. പിന്നെ ഈ പാട്ടിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിക്കുകയും പാട്ടിൽ കൂടെ എൻ്റെ ലൈഫ് മാറ്റുവാൻ തുടങ്ങി. എന്നാൽ ശരിക്കും പാട്ട് എൻ്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ചു. പാട്ട്
ഈ 2-3 പാട്ടുകൾ എൻ്റെ ലൈഫിനെ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. എങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് തിരിച്ച് പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വരികയും ഒരു രാത്രി മീൻസ് ഏകദേശം രാത്രി സമയമായി, മാർച്ച് ഏപ്രിൽ മാസം 2009 ഏപ്രിൽ മാസത്തിലായിരുന്നു എൻ്റെ ലൈഫിലെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഈ ലോകത്തിനൊരു ഫുൾ സ്റ്റോപ്പ് വീണു. 2009 വരെ ഞാനിങ്ങനെ 2009 മാർച്ച് മാസമൊക്കെ ഞാനിങ്ങനെ രോഗിയായിട്ട്, ഇന്നും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചർച്ച പാസ്റ്ററും മറ്റ് കാണുന്ന പറയും, സ്പൈഡർമാൻ നടക്കുന്ന പോലെ ഭിത്തിയിൽ പിടിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് ഒന്ന് എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ നിന്നിരുന്ന ഒരു വ്യക്തി. ഈ നിത്യസ്നേഹത്തിന്റെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് മുമ്പോട്ട് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ, കർത്താവേ എനിക്ക് ജീവിക്കണം, എനിക്ക് ആരോഗ്യത്തോടെ നിൽക്കണം, എനിക്ക് ആ ഒരു ദൈവിക സ്നേഹം അനുഭവിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ വരുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു രാത്രിയിൽ ഞാൻ തനിച്ച് എൻ്റെ റൂമിൽ കിടക്കുന്ന സമയത്ത് ഏകദേശം രാത്രി ഒരു 12-1 മണിയായി. 12-1 മണിയായപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത് ജനലിനോട് ചേർന്ന് ഉള്ള ഭാഗത്ത്, മീൻസ് എനിക്ക് ആരുമില്ല, കൂട്ടുകാരുമില്ല, എൻ്റെ അടുത്ത് വരാൻ ആരുമില്ല, സ്വയം എനിക്ക് ഫ്രണ്ട്സ് എന്നുള്ള സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല, പിന്നെ ഉള്ളവർ ആരും വരാറുമില്ല, വിളിക്കാറുമില്ല. അങ്ങനെയുള്ള ഒരു അനുഭവം വന്നപ്പോൾ ഞാൻ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കി. അവിടെ ജനലിന്റെ അടുക്കെ വരുന്ന കിളികളും, എൻ്റെ വീടിന്റെ താഴ്ഭാഗം കുറച്ച് ചരിവ്, മീൻസ് ചെറിയ കാടുണ്ട്, അപ്പോൾ ചെറിയ ചേരകളൊക്കെ ചേരയൊക്കെ അവിടെ വരും. ഇവരൊക്കെയായിരുന്നു എൻ്റെ ഫ്രണ്ട് സർക്കിളിലായിട്ട് അവസാനം വന്നുകൊണ്ട്. ഇങ്ങനെ ഒരു അനുഭവത്തിലാണ് എൻ്റെ ലൈഫ് പോയത്. അപ്പോൾ ഈ ജനലിന്റെ സൈഡ് എൻ്റെ റൂം, എൻ്റെ ബെഡ് കിടക്കും. എൻ്റെ ബെഡ് ജനലിന്റെ സൈഡായിട്ട് ഞാൻ രാത്രി പ്രാർത്ഥിച്ച്, മീൻസ് ഈ ഒരു പ്രാർത്ഥന, കർത്താവേ എനിക്ക് ജീവിക്കണം, ആരോഗ്യത്തോടെ ജീവിക്കണം, ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കിടന്നു. രാത്രി ഏകദേശം 12-1 മണിയായപ്പോൾ ഞാൻ ഉറക്കത്തിൽ കിടക്കുന്ന എൻ്റെ അരികിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബെഡിന്റെ അടുത്ത് ഒരു വ്യക്തി വന്നിരിക്കുകയാണ്. ഞാൻ ഉറക്കത്തിൽ എൻ്റെ കണ്ണുകൾ അടച്ച് ഞാൻ കാണുന്ന എൻ്റെ ബെഡിന്റെ അരികിൽ ഞാൻ ഇട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഷർട്ട്, ഈ വൈറ്റ് ഷർട്ട് ഒന്നും ആ വെള്ളയോട് നമുക്ക് ഉപമിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ചേർക്കുവാൻ കഴിയത്തില്ല. അത്രയും പ്രകാശത്തോടുകൂടി ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു വ്യക്തി എൻ്റെ കാൽഭാഗത്ത് വന്നിരുന്നുകൊണ്ട് എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വിടുതലാണ്, സൗഖ്യമാണെന്നുള്ള വാക്യം. ഈ വാക്ക് ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു എക്സ്ട്രാ ഒരു പവർ വന്ന പോലെ ഞാൻ പറഞ്ഞു, ഐ ആം റെഡി, ഞാൻ റെഡിയാണ്, ഞാൻ സമർപ്പിക്കാൻ റെഡിയാണ്, ഞാൻ റെഡിയാകുന്നു കർത്താവേ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ റെഡിയാകും. ഞാൻ രോഗിയെ കിടന്ന സമയത്ത് എന്നോടൊരു ദൈവാസം എൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെച്ചപ്പോൾ എൻ്റെ അരികിൽ കിടക്കയിൽ കിടക്കുമ്പോൾ എന്നോടൊരു ദൈവാസം ദൂത് പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്റെ കാലുകളെ ഞാൻ മാൻപട കാലുകൾക്ക് തുല്യമാക്കി തീർക്കും, നിന്നെ ഓടിക്കുമെന്ന്. സത്യം പറഞ്ഞാല് ഞാൻ രോഗിയെ കട്ടിലേ നിന്ന് എഴുന്നേൽക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് തിരിഞ്ഞു കിടക്കുവാൻ, കട്ടിലേ നിന്ന് തിരിഞ്ഞു കിടക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ അതുകൂടെ പറയാം, എന്റെ ബെഡിൽ നിന്ന് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് ചരിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് തിരിയണമെന്നുണ്ട്. പക്ഷെ ശരീരം അത് അനുവദിക്കുന്നില്ല, വേദന അനുവദിക്കുന്നില്ല. എന്റെ ബെഡ്ഷീറ്റ് ഒന്ന് മടങ്ങി കിടന്നാൽ അതും എന്റെ ശരീരത്തെ വേദന കൊണ്ട് നിറയ്ക്കുമായിരുന്നു. ഞാൻ തിരിയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഏത് ഭാഗത്തേക്കും തിരിയണോ അതിന്റെ ഓപ്പോസിറ്റ് കൈയെടുത്ത് JCB മണ്ണ് മാന്താൻ നീട്ടുന്ന പോലെ നീട്ടിപ്പിടിക്കും. ഒരു തലക്കിലേക്ക്, കട്ടിലിന്റെ അങ്ങേ തലക്കിൽ പിടിച്ച് വലിച്ചാണ് എൻ്റെ ശരീരത്തെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നത്. കാരണം വേറൊരു വ്യക്തി എൻ്റെ ശരീരത്തിൽ തൊടാൻ പറ്റത്തില്ല, വേറൊരാൾ എന്നെ തിരിച്ചിടുവാൻ കഴിയത്തില്ല. എനിക്ക് സ്വയം എൻ്റെ ശരീരത്തെ തിരിക്കാന്നല്ലാണ്ട് മറ്റു ഒരു വ്യക്തിയുടെ സഹായം അവിടെ എനിക്ക് പറ്റില്ല. അങ്ങനെ എൻ്റെ ശരീരം ആയിരുന്ന അവസ്ഥ ഈ പാട്ടൊക്കെ കേട്ട് പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വന്നു. ഈ രാത്രി മീൻസ് അതിൻ്റെ ഇടയ്ക്ക് ഈ ദൂതൊക്കെ കേട്ടു, നിന്റെ കാലുകളെ ഞാൻ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി തീർക്കും. ആ ദൂത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ ദൈവാസനം ചിരി വന്നു, കേട്ട എനിക്കും ചിരി വന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ ചിരിച്ചു. കാരണം ഈ ശരീരത്തോട് പറഞ്ഞ ദൂതാണ്, നിന്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി തീർക്കും, നിന്നെ ഞാൻ ഉന്നതഗിരികളിൽ ഓടിക്കുമാറാണ്. പറഞ്ഞ ദൈവാസൻ എന്താ പറഞ്ഞെന്ന്
അബദ്ധത്തിൽ പറഞ്ഞതാണോ എന്നുള്ള ചിന്തയിൽ അദ്ദേഹം പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടുന്ന് മാറിപ്പോവുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ ഈ കിടക്കയിൽ രാത്രിയിൽ എൻ്റെ അരികിൽ ഒരു വ്യക്തി വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ. ഈ ചോദ്യത്തിന് മുമ്പിൽ തന്നെ ഞാൻ സമർപ്പിച്ചു, കർത്താവേ, ഞാൻ റെഡിയാണ്, ഞാൻ അങ്ങയുടെ വേല ചെയ്യാൻ റെഡിയാണ്. പ്രാർത്ഥിച്ചു, സമർപ്പിച്ചു. വിത്തിൻ സെക്കൻഡ്സ് ആ രൂപം അവിടുന്ന് മാറുവാനിടയായി. എന്നാല് ഈ രൂപം അവിടുന്ന് മാറിപ്പോയി. ഞാൻ അത് ആരോടും പറഞ്ഞില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് പോലും ഞാൻ സംസാരിച്ചില്ല ഇങ്ങനെ സംഭവം രാത്രി ഉണ്ടായി എന്നുള്ളത്. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് രോഗത്തിന്റെ അനുഭവം പതിയെ 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 മാറുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ ഈ പതിയെ മാറുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്നതുകൊണ്ട് അവിടെ നിന്ന് പോയതിന്റെ ശാപമാണെന്ന് എൻ്റെ ദേശത്തുള്ളവരും എൻ്റെ ബന്ധുക്കളും എന്നെ നോക്കി, ഞങ്ങളുടെ വീട്ടുകാരെ നോക്കി സംസാരിച്ചു. പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസം തോന്നി, സ്വാഭാവികം. എങ്കിലും ഞങ്ങൾ മറുത്തൊന്നും പറയാൻ നിന്നു. ഈ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ ദിവസത്തിന് ശേഷം ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ദുഃഖവെള്ളിയാഴ്ചയാണ്, 2009 ദുഃഖവെള്ളിയാഴ്ച വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളിയാഴ്ച പ്രാർത്ഥന സഭാരാധന നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും വരുന്നു, പ്രാർത്ഥനയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ നേരത്തെ ഒരുങ്ങി മുമ്പോട്ട് നടന്നു പോകാം, റോഡിൽ പോയി നിൽക്കാം, ആരെങ്കിലും എന്നെ അറിയാവുന്നവര്, എന്റെ അവസ്ഥ അറിയാവുന്നവർ എന്നെ അങ്ങോട്ട് വിടും. ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് എൻ്റെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് സ്വന്തമായൊരു 100 മീറ്റർ വഴി കിടക്കുക. അപ്പോൾ ആ ഒരു 100 മീറ്റർ ഞാൻ നടന്ന്, ഒരു ബൈ റോഡുണ്ട്, ആ റോഡിലേക്ക് ചെന്ന് ഇറങ്ങി നിൽക്കുകയാണ്. റോഡിലേക്ക് ഇറങ്ങി നിൽക്കാൻ നേരത്ത് ഒരു മനുഷ്യനും 5 മിനിറ്റ് ആയിട്ട് ഒരു മനുഷ്യനും വരുന്നില്ല. ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, അടുത്ത ഇച്ചിരി മെയിനായിട്ടുള്ള റോഡിലേക്ക് നടന്നു നീങ്ങാം, അവിടെ മുമ്പിൽ കുറച്ച് ഓട്ടോറിക്ഷയെങ്കിലും വരും, അവരെ കൈ കാണിച്ച് കയറിയെങ്കിലും പോകാം എന്ന് ചിന്തിച്ചു ഈ വഴി നിന്ന് പിന്നെ ഒരു 50 മീറ്റർ മാറി മെയിൻ റോഡിലേക്ക് നടന്നു നീങ്ങി. അവിടെയും പോയി നിൽക്കുകയാണ്, ഒരു മനുഷ്യനും വരുന്നില്ല. കാരണം അന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്, അധികം ആരും പുറത്ത് കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. എന്നാ ചിന്തിച്ചു, എന്നാ പതിയെ പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്ക് അങ്ങ് നടക്കാം, ആരെങ്കിലും പിറകെ വരുവാണെങ്കിൽ അവരുടെ പുറകെ കയറി ഇരുന്ന് പോകാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിന് മേളിൽ ദൂരമുണ്ട് ആ പ്രാർത്ഥന നടക്കുന്ന വീട്. നടന്ന് 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 1 കിലോമീറ്റർ തനിയെ നടന്ന് ആ വീട്ടിൽ ചെല്ലുക. പ്രാർത്ഥന നടക്കുന്ന വീട്ടിൽ ചെന്ന് ഞാൻ കയറുകയാണ്. നടന്നു പോകുമ്പോൾ എന്റെ മനസ്സിൽ ഒന്നും ചിന്തിക്കുന്നില്ല, ഞാനൊരു സാധാ വ്യക്തി നടക്കുന്ന പോലെ നടന്നങ്ങ് പോവുകയാണ്. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച അവിടുത്തെ അച്ഛനോട് ചോദിച്ചു, എടാ ജിനോ, നീ എങ്ങനെയാ വന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ നടന്നാ വന്നത്. അപ്പൊ ഇവർക്കെല്ലാം വളരെ അതിശയം തോന്നി, ഇവൻ എങ്ങനെ നടന്നു ഇത്രയും ദൂരം? മീൻസ് അതേ അനുഭവം, ഞാൻ പറഞ്ഞില്ലേ, സ്പൈഡർമാൻ ഭിത്തിയെ പിടിച്ച് നടക്കുന്ന ഒരു അനുഭവമായിരുന്നു എന്റെ ജീവിതത്തിൽ. അവിടെ നിന്ന് മരുന്നെല്ലാം നിർത്തി, ഒരു മരുന്നിന്റെയും പവർ കൂടാതെ, ഒരു ശക്തി, മീൻസ് ബാഹ്യമായ ഒരു വ്യക്തിയുടെ ഹെൽപ്പ് ഇല്ലാതെ ഞാൻ തനിയെ നടന്ന് ആ പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്ക് ചെല്ലുവാടേ. അന്ന് മുതൽ എൻ്റെ ലൈഫ് മാറുവാൻ തുടങ്ങി. 2009 ആ അനുഭവം, 2009 കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി. ഒരൊറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ ലൈഫിനെ സമർപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതം മൊത്തത്തിൽ മാറുവാനിടയായി. എന്നെ കേൾക്കുന്ന വ്യക്തിയോട് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ പറഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മൾ ചെയ്യുക എന്ന് മാത്രം. നമ്മൾ മറുത്തൊരു ചോദ്യമോ വേറൊരു കാര്യങ്ങളിലേക്ക് തിരിയുക എന്നുള്ളതല്ല. പല സാഹചര്യങ്ങൾ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നുണ്ടാകും, ചിലപ്പോൾ മരണത്തിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ദൈവമായിട്ടുള്ള ഒരു ആത്മീയ ഒരു ബന്ധത്തിൽ നമ്മൾ എപ്പോൾ നിൽക്കുന്നു, അപ്പോഴാണ് ശരിക്കും ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അതിനുശേഷമുള്ള 2009 ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് കർത്താവ് ഒരു വാഹനം, ഒരു 2 വീലർ എനിക്ക് തന്നു. ആ 2 വീലർ 2009 തൊട്ട് ഇന്ന് ഈ 2024 വരെ അതും ഒരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ രോഗിയെ കിടക്കുമ്പോൾ എനിക്ക് വളരെ ആഗ്രഹമാണ് 2 വീലർ ഓടിക്കണം, വളരെ ആഗ്രഹം. 2 പ്രാവശ്യം എൻ്റെ ഒരു സ്നേഹിതനെ, അതായത് എൻ്റെ ചർച്ചിലെ ഒരു സഹോദരനെ ഞാൻ കൊല്ലത്ത് ഒരു ഷോറൂമിലേക്ക് പറഞ്ഞു വിട്ടു, പോയി ഹീറോ ഹോണ്ടയുടെ പാഷൻ ബൈക്ക് പോയി എസ്റ്റിമേറ്റ് എടുത്തോണ്ട് പോവാ, നമുക്ക് വാങ്ങാം എന്നുള്ള ചിന്ത. അദ്ദേഹത്തോട് 2 വട്ടം പോയി പുള്ളി ഓർഡറൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, എസ്റ്റിമേറ്റ് പ്രൈസ് ലിസ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു.
എന്നാൽ ഈ 2 പ്രാവശ്യവും മേടിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ പിന്നെയും എന്റെ ശരീരത്തിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം മാറി മറിഞ്ഞ് ഞങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഏകദേശം ഈ ഏപ്രിൽ മാസത്തിൽ ഞാൻ കിടക്കുമ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ബൈക്ക് വേണം, ബൈക്ക് വേണം. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ബൈക്ക് ഓടിക്കണമെന്ന്. പക്ഷെ എന്റെ കാല് അതിന് അനുവദിക്കുന്നില്ല, എന്റെ മുട്ട് അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് വേണ്ടുന്ന ബൈക്ക് ഇന്ന രീതിയിൽ എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ ആഗ്രഹമായിരുന്നു പാഷൻ പ്ലസ് എന്ന് പറയുന്ന ബൈക്ക്. പാഷൻ പ്ലസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ പാഷൻ പ്ലസിനകത്ത് കർത്താവ് കുറച്ച് മാറ്റങ്ങൾ വരുത്തി തരണം. എനിക്ക് കിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിനുള്ള സെൽഫ് സ്റ്റാർട്ടർ വെച്ച് തരണം. സെൽഫ് മോട്ടറുള്ള ബൈക്ക് വന്നെങ്കിലേ എനിക്ക് ഓടിക്കാൻ കഴിയത്തുള്ളൂ. കാരണം കാലിന് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ച് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കിടക്കയിൽ കിടക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഒരു അഡ്വർടൈസ്മെന്റ് മനോരമ പത്രത്തിന്റെ ബാക്ക് പേജിൽ വന്നിരിക്കുന്നത്. ഒരു വലിയൊരു ബൈക്കിന്റെ ചിത്രം അവർ കൊടുത്തിരിക്കുകയാണ്. പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്രോ എന്ന് പറയുന്ന ഒരു ബൈക്ക്. പാഷൻ പ്രോയുടെ ഫീച്ചേഴ്സ് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് മെയിൻ ഞാൻ എന്തിനാണ് പ്രാർത്ഥിച്ചത് അത് അതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം, അതായത് കിക്ക് സ്റ്റാർട്ട് പോരാ, സെൽഫ് സ്റ്റാർട്ടർ വെച്ച് തരണം എന്ന് പറഞ്ഞ് കമ്പനി അതിന് സെൽഫ് മോട്ടർ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്ത് ഇറക്കിയ ബൈക്കാണ് പാഷൻ പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്ന് മനസ്സിൽ ഞാൻ വളരെ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് ആ ഏപ്രിൽ മാസത്തിൽ എന്റെ കർത്താവ് എന്റെ ശരീരത്തിൽ പൂർണ്ണമായി സൗഖ്യം നൽകി. മെയ് ജൂൺ കഴിഞ്ഞപ്പോൾ പപ്പ വീണ്ടും ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു. ഞങ്ങൾ ഉടൻ തന്നെ കൊല്ലത്ത് പോയി ബൈക്കിന് ഓർഡർ ചെയ്തു. 1 മാസം ഒന്ന് ഡിലേ ആയി. 1 മാസം കഴിഞ്ഞപ്പോൾ കർത്താവ് ആ ബൈക്ക് എന്റെ കയ്യിൽ തന്നു. ഞാൻ പ്രാർത്ഥിച്ച് വാങ്ങിച്ച ബൈക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി ചെറുവക്കൽ പോയി അഡ്മിഷൻ എടുക്കുകയും ബൈബിൾ സെമിനാരിയിൽ പോയി ജോയിൻ ചെയ്ത് പഠിച്ച് ജോയിൻ ചെയ്യുക ഡേ സ്കോളറായിട്ട് ഞാൻ പഠിക്കുകയാണ്. 3 വർഷം ഞാൻ പോയി വന്ന് ഒരു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ വീടിന്റെ പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത ഞാൻ 3 വർഷം 70 കിലോമീറ്റർ എന്റെ ബൈക്ക് സ്വന്തമായിട്ട് ഞാൻ ഓടിച്ച് പോയി വന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ചിന്തകളൊക്കെ കർത്താവ് കേൾക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ അന്ന് 2009 എനിക്ക് ലഭിച്ച വാഹനം 2024 ഇന്നും ഞാൻ ജാംനഗർ പട്ടണത്തിൽ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാഹനത്തിന് ഒരു കേടോ ഒരു പ്രയാസമോ ഒന്നും വരാതെ, കാരണം പ്രാർത്ഥിച്ച് തന്ന വാഹനമായത്. അപ്പോൾ എന്റെ ലൈഫ് അങ്ങനെ 2009 ബൈബിൾ കോളേജിൽ ഞാൻ സെമിനാരി ജോയിൻ ചെയ്തു. 2011 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഉള്ളിൽ അതിനു മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവ് കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് എന്നെ കൊണ്ടുപോകണം, അതായത് സൺഡേ സ്കൂൾ പോലുള്ള മിനിസ്റ്ററി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ സെമിനാരി പഠനമൊക്കെ നടത്തിയതും സെമിനാരിലെ തീസീസിന് വേണ്ടി ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്തതും അതിനുവേണ്ടിയായിരുന്നു. അങ്ങനെയൊക്കെ പഠനമൊക്കെ പൂർത്തീകരിച്ച് എങ്കിലും വീണ്ടും സെമിനാരിയിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്തെ 2011 ഡിസംബർ മാസത്തിൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ എന്റെ മൈൻഡിൽ പിന്നെ ഒരു ചോദ്യം വന്നു, ഇത്രയും നാൾ നീ പഠനം സെമിനാരിയിൽ നടത്തി, ഇനി നീ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിലേക്ക്. എങ്കിലും എന്റെ ചിന്ത വീണ്ടും എന്നെ ഭരിക്കുന്നുവല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്ത് ചെയ്യും. അങ്ങനെ 2011 കഴിഞ്ഞപ്പോൾ 2012 ഞാൻ തിരുവല്ലയിലുള്ള, അതായത് ഇപ്പോൾ കുമ്പനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സൽ മിനിസ്ട്രീസിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് 2010 ബാഹ്യമായ ഒരു രീതിയിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2011 പൂർണ്ണമായി അവരോട് ചേരുകയും 2012 തൊട്ടുള്ള VBS കാര്യങ്ങൾ, ക്യാമ്പ് കാര്യങ്ങളെല്ലാം എക്സൽ മിനിസ്ട്രീസിലൂടെ ചേർന്ന് ചെയ്യുവാനും കർത്താവ് സഹായിച്ചു. അങ്ങനെയുള്ള മുമ്പോട്ടുള്ള കാലങ്ങളെല്ലാം ദൈവം മാറ്റി. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് നടന്ന ഒരു സംഭവം ഇപ്പോൾ ഈ ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്താം. ഞാൻ സെമിനാരിൽ പഠിച്ച് തുടങ്ങിയ ശേഷം ഒരിക്കൽ എൻ്റെ സഹോദരിയുടെ സഭയിൽ, അതിൽ ഒരു സഹോദരി പാസ്റ്റർ ഫാമിലിയാണ്, അടുത്ത ആള് നോർമലായിട്ടുള്ള മീൻസ് ആ സഹോദരി നേഴ്സാണ്. അവര് വീട്ടിൽ കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ പത്തനംതിട്ടയുള്ള സഹോദരിയുടെ നേഴ്സ് ആ സഹോദരിയുടെ വീട്ടിൽ ചെന്നു എന്നോട് ദൂത് പറഞ്ഞ ദേവദാസൻ ആ ചർച്ചിലുണ്ട്, അവരുടെ ചർച്ചിൽ. എൻ്റെ അളിയന്റെ ജ്യേഷ്ഠന്മാർ 2 പാസ്റ്റേഴ്സാണ്, AGയിലെ പാസ്റ്റേഴ്സാണ്. അപ്പോൾ ആ ചർച്ചില് ആ ദേവദാസൻ എന്നോട് ദൂത് പറഞ്ഞ ദേവദാസൻ അന്ന് അവിടെ ഉണ്ട്, ഗസ്റ്റ് ആയിട്ടുണ്ട് പ്രസംഗിക്കാൻ.
അപ്പൊ എനിക്ക് ഈ ദൈവദാസനെ മനസ്സിലായി, ഇദ്ദേഹം ആരാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. ഞാൻ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, പാസ്റ്ററെ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, മോനെ നിന്നെ ഞാൻ എവിടെയോ കണ്ടു മറക്കുന്നു, പക്ഷെ എനിക്ക് വ്യക്തമാവുന്നില്ല, നീ ആരാന്ന് നിന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എന്നാലും ഒന്ന് ഓർത്തു നോക്ക്, ഏതെങ്കിലും ഒരു തരത്തിൽ മനസ്സിൽ പാസ്റ്റർക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പറയാം. പാസ്റ്റർ പറഞ്ഞു, ഒരു പിടുത്തവും കിട്ടുന്നില്ല മോനെ, നീ തന്നെ പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഒരു വീട്ടിൽ ഒരു രോഗിയായ ഒരു പയ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഇന്ന സ്ഥലത്താണോ? ഞാൻ പറഞ്ഞതാണ്. എന്നാൽ ആ വ്യക്തി ഞാനാണെന്ന്. പാസ്റ്റർക്ക് ഭയങ്കര ഒരു സന്തോഷവും വല്ലാത്തൊരു അതിശയവും അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറും. എന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ ഞാൻ നിന്നോടൊരു ദൂത് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, പാസ്റ്ററെ എനിക്കത് ഓർമ്മയുണ്ട്. എന്നാ മോനെ ഞാൻ ഇപ്പൊ ഒരു സത്യം പറയട്ടെ, അന്ന് ഞാൻ നിന്നോട് ദൂത് പറഞ്ഞപ്പോൾ ഉള്ളത്തിൽ ഞാൻ ചിരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്തിനാ മോനെ? ഞാൻ നിന്നോട് പറഞ്ഞ ദൂത് ഇതായിരുന്നല്ലോ, നിന്റെ കാലുകളെ ഞാൻ മാൻപയുടെ കാലുകൾ തുല്യമാക്കി തീർക്കും, നിന്നെ ഉന്നതഗിരികളിൽ ഓടിക്കുമാറാക്കുന്നുള്ള വചനത്തിൽ കൂടെ ഞാൻ പറഞ്ഞു. അത് സത്യമാണ്. പക്ഷെ കേട്ടപ്പോൾ എനിക്കും ചിരി വന്നു. പാസ് പറഞ്ഞ, മോനെ ഞാൻ പറഞ്ഞതിന് ശേഷമാണ് ആ വാക്യത്തിന്റെയും ആ ദൂതിന്റെയും വലുപ്പം ഞാൻ മനസ്സിലാക്കിയത്. എന്തോരം ഡെപ്തിലാണ് ആ ദൂത് എന്നുള്ളത്. കാരണം അദ്ദേഹം നേരിൽ എന്നെ കണ്ടതാണ്, ഒരു കിടക്കയിൽ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ കഴിയാത്തൊരനുഭവം. അങ്ങനെ ആ അനുഭവത്തിൽ നിന്ന് എന്നെ കർത്താവ് ഉയർത്തി ആ സഭയിൽ, എന്റെ സഹോദരിയുടെ സഭയിൽ എന്നെ ടെസ്റ്റ് മണിക്ക് വേണ്ടി വിളിച്ചതാണ് പറയാൻ വേണ്ടി. അപ്പോൾ ദൈവാസൻ അവസാനം മെസ്സേജ് പറയുന്നിടയ്ക്ക് പറഞ്ഞൊരു കാര്യം, ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, ദൈവം നമ്മളോട് വാഗ്ദത്തം പറഞ്ഞാൽ, ദൈവം ഒരു ദൂത് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മറക്കും, കേൾക്കുന്ന മനുഷ്യന് മറക്കും, പക്ഷെ പറയുന്ന കർത്താവ് മറക്കയില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ദൂത് പോലെ തന്നെ 2011 മുതൽ മുൻപോട്ടുള്ള കാലങ്ങളിൽ വിവിധ 11 2010 തൊട്ടാണ് ഞാൻ വടക്കേന്ത്യൻ ശുശ്രൂഷയിലേക്ക് ഞാൻ ചൂടെടുത്ത് വയ്ക്കുന്നത്. 2010 ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ എന്നെ ആദ്യമായിട്ട് വടക്കേന്ത്യയിലേക്ക് ഞാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ ഒരു പട്ടണത്തിൽ സെമിനാരിയിൽ നിന്ന് ഞങ്ങളെ അയക്കുകയാണ്. 2010 വെസ്റ്റ് ബംഗാൾ, 2011 മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. അത് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 13-14 സ്റ്റേറ്റുകൾ കവർ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. സുവിശേഷത്തിന്റെ ആ ഒരു ശക്തി, ആ വചനവും എടുത്തുകൊണ്ട്, ബൈബിൾ വചനവും എടുത്തുകൊണ്ട് പലയിടങ്ങളിൽ കടന്നു പോകും. 14 സ്റ്റേറ്റോളം കടന്നു. ഈ 14 സ്റ്റേറ്റിൽ കടന്നു പോകുമ്പോഴും എന്റെ മനസ്സിൽ വരുന്ന ഒറ്റ ചിന്തയുള്ളൂ, അന്ന് എന്റെ കിടക്കയിൽ എന്നോട് പറഞ്ഞ ദൂത്, നിന്റെ കാലുകളെ ഉന്നതഗിരികൾ ഓടിക്കുമാറാക്കും എന്ന് പറഞ്ഞു. ഞാൻ മഹാരാഷ്ട്രയുടെ കോലാപ്പൂർ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ രത്നഗിരി ട്രെയിൻ ഇറങ്ങിയിട്ട് രത്നഗിരിയിൽ നിന്ന് പിന്നെ കയറി പോകുന്നത് ഒരു മലയാണ്. ഈ മലമണ്ടയ്ക്കോട്ട് ഈ ബസ് കയറി ഓടുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന, നിന്റെ കാലുകളെ ഉന്നതഗിരികൾ ഓടിക്കുമാറാക്കുന്ന കർത്താവ്. അപ്പോൾ നമ്മൾ ഓടുകയാണ് പല നാടുകളിലേക്ക്, ഓടി ഓടി അങ്ങനെ മഹാരാഷ്ട്രയുടെ പല ജില്ലകൾ കവർ ചെയ്യുവാനിടയായി. മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിലായിരുന്നു എൻ്റെ 6 മാസം മുമ്പുള്ള 5 വർഷങ്ങളിൽ കർത്താവിന്റെ വേലയുമായിട്ട് നിന്നത്. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പ്രവർത്തകനായിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയോട് ചേർന്ന്, WDCMനോട് ചേർന്ന് ഇപ്പോൾ ആയിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് ജാംനഗറിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ആയി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള സാഹചര്യം ഒരു വ്യത്യസ്തമായ അനുഭവം. വിവിധ ഭാഷക്കാരുടെയിൽ ആ ദൂത് എന്നെ കൊണ്ടെത്തിപ്പാനിടയായി. വിവിധ ഭാഷക്കാരുടെയിൽ കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം, കർത്താവ് നമ്മളോട് പറയുന്ന വാക്കുകൾ അത് വ്യത്യസ്തമാണ്. നമുക്ക് അത് പലപ്പോഴും അതിശയമായി തോന്നും, പക്ഷെ കർത്താവ് അത് അങ്ങനെ തന്നെ നിവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവ് 2014 എനിക്ക് വിവാഹം ചെയ്യുവാനുള്ള ഒരു അവസരം ഒരുക്കുന്നു. എൻ്റെ കുടുംബം, വൈഫിന്റെ പേര് ബ്ലസ്സി, 2 കുഞ്ഞുങ്ങൾ, മോനെ നെഹമിയ ഇപ്പോൾ 9 വയസ്സ്, മോള് നെഹാന അവൾക്ക് 6 വയസ്സ്. ഇങ്ങനെ ഞങ്ങളുടെ കുടുംബം പോകുന്നു. കിടക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. കിടപ്പിൽ കിടന്ന സാഹചര്യം 1 വർഷം കിടപ്പ് കിടന്നു. കുടുംബമെന്നോ അല്ലെങ്കിൽ ഇനി ഒരു വ്യക്തിയുമായിട്ടൊരു ബന്ധം ഉണ്ടാകുമെന്നോ ഈ റൂം വിട്ട് പുറത്തു വരുമെന്നോ ഒന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. എന്നാൽ കർത്താവ് ജീവിതത്തിൽ ശരിയായ വണ്ണം ഒന്ന് പ്രവർത്തിച്ചത്
ദൈവം വൻ കാര്യങ്ങളെയാണ് ജീവിതത്തിൽ ചെയ്തു തരുവാനിടയായി. ഇന്നലെ 2017 നോർത്ത് ഇന്ത്യയിലേക്ക് പൂർണ്ണമായ സുവിശേഷ വേലയ്ക്ക് വേണ്ടി 2017 നാഗ്പൂരിലേക്ക് ആദ്യമായി കാൽ വയ്ക്കുന്നു. അവിടെ നിന്ന് മഹാരാഷ്ട്രയുടെ ഔറംഗാബാദിലേക്ക് പോകും. ഔറംഗാബാദിൽ നിന്നാണ് ഇപ്പൊ ജാംനഗറിലേക്ക് വന്നു എന്നും. ഇങ്ങനെ ഓരോ ദിവസവും കർത്താവ് വ്യത്യസ്തമായ നിലവാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നാട്ടില് എനിക്കും എൻ്റെ കൂട്ടുകാസിക്ക് രണ്ടുപേർക്കും മാതാപിതാക്കൾ നാട്ടിലാണ്. അവര് തനിച്ച് അവർ ആയിരിക്കുന്നു. ഞങ്ങള് ആവുന്നത്രയും നമ്മൾ അവരോട് കോണ്ടാക്ട് ചെയ്ത് എല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നിൽക്കുന്ന ഓരോ അനുഭവങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞ അനുഭവത്തിനുണ്ടായി. ശുശ്രൂഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ജോലി മേഖലയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, നമ്മൾ ആഴമായ ഒരു ബന്ധത്തിൽ നിൽക്കുന്നെങ്കിൽ വചനം നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു വിളക്കാണ്. അത് നമ്മളെ എപ്പോഴും നേർവഴിയിൽ നടത്തുന്ന ഒന്നാണ്. ഇന്ന് ഈ സമയത്ത് അരോമ ടിവിയുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ നേതൃത്വം നൽകുന്നതായ പാസ്റ്റർ ഡാനിയൽ ജോൺ, കർത്താവിന്റെ ദാസന് എനിക്ക് ഇങ്ങനെ അവസരം ഇതിൽ ഒരുക്കി തരികയും എൻ്റെ സാക്ഷ്യം, എൻ്റെ അനുഭവം, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടതും ഞാൻ കണ്ടതും ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഇവിടെ നിവർത്തിപ്പാൻ അല്ലെങ്കിൽ പറയുവാൻ കർത്താവ് അവസരം നൽകി. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഖാമുഖമായി കാണാം. ഇല്ല എങ്കിൽ കർത്താവ് വേഗം വരുന്നുവെങ്കിൽ നമുക്ക് കർത്താവ് ഒരുക്കുന്ന ആ സ്ഥലത്ത് വീണ്ടും കാണാമെന്ന പ്രത്യാശയോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ആമേൻ. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് പള്ളിയിലെ ഒരു വികാരി അച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്ത് ആ നിലവാരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. എന്നാൽ അമ്മയുടെ ഗർഭത്തിൽ ഭിണ്ടാകാരമാകുന്നതിന് മുന്നമേ കർത്താവ് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എവിടെ എത്തണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മുന്നമേ ദൈവം നിശ്ചയിച്ച കാര്യം. അപ്പോൾ ദൈവനിശ്ചയപ്രകാരം ആ വ്യക്തി ഒരുക്കപ്പെട്ട് പുറത്തു വരിക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, അത് വലിയൊരു പ്രോസസ്സിങ്. ആ പ്രോസസ്സിങ്ങിലൂടെ കടന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ശരിയായ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ആ ഒരു തലത്തിലേക്ക്, ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും മോശയെക്കുറിച്ച് നമുക്കറിയാം. മോശ ജനിച്ച ഉടനെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷകനായിട്ട് വരികയായിരുന്നില്ല. പകരം ജനനത്തിൽ തന്നെ ഒരു ജീവിതത്തോടും മരണത്തോടുള്ള വെല്ലുവിളിയായിരുന്നു. അതിനുശേഷം ഫറവോന്റെ കൊട്ടാരത്തിൽ 40 വർഷം, അത് കഴിഞ്ഞിട്ട് ഇത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുന്ന 40 വർഷം, ഇങ്ങനെ പോകുന്നു നീണ്ട 80 വർഷങ്ങൾ. ആ ഒരു ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മോശ ഒരുക്കപ്പെട്ട് ശരിയായ നിലയിൽ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായി മുന്നോട്ട് വരുവാനിടയായി. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഒരുക്കപ്പെട്ട ഒരു വ്യക്തി വരണമെങ്കിൽ തീർച്ചയായിട്ടും ജനിച്ച് നേർന്നു പള്ളിയിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെമിനാരിയിൽ പഠിച്ചു, ഉടനെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശുശ്രൂഷകനായിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ അവരെക്കാളൊക്കെ ഉപരി ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ കയറി ഇറങ്ങി പണിയപ്പെട്ട് രൂപപ്പെട്ട് മനോഹരമായി പുറത്തു വരുന്ന വളരെ കുറച്ച് പേരുണ്ട്. സ്തോത്രം. അവരൊക്കെയും ദൈവനാമത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുകയും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ശക്തമായി ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെന്ന നിലയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ ദാസൻ ജിനോയ് തോമസ് പല വിധത്തിലുള്ളതായ പരിശോധനകളിലൂടെ കടന്നുപോയത് കേൾക്കുവാൻ തക്കവണ്ണിടയായി തീർന്നു. റോമറ്റ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നതായ അതിഗുരുതരമായ ആ രോഗം പിടിപെട്ട് ജീവനും മരണത്തിനും ഇടയ്ക്ക് മറ്റൊരാളുടെ പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ജീവിതം കടന്നുപോയി. എന്നാൽ അതിൽ നിന്നൊക്കെ അത്ഭുതകരമായ ഒരു വിടുതൽ
സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആ വിടുതലിൻ്റെ സാക്ഷ്യം ഇന്ന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ച അല്ലെങ്കിൽ ആ വിളിച്ച ആ അനുഭവം, അത് കൊടുത്ത ആ വില വലിയൊരു വിലയാണ്. ആ വില കൊടുത്തത് കൊണ്ട് ഇന്ന് വിലയേറിയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ശുശ്രൂഷ ഒരുപാട് പേർക്ക് പ്രയോജനമുള്ളതായി തീരട്ടെ എന്ന് അരോമ ടി വി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാവേ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ സാക്ഷ്യം എത്രത്തോളം, എങ്ങനെ, ഏതെല്ലാം നിലകളിൽ നിങ്ങളെ സ്വാധീനിക്കുവാനിടയായി തീർന്നു എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിലയിരുത്താവുന്നതാണ്. നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെങ്കിൽ പല രോഗങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പഴിച്ച് എന്തുകൊണ്ടെന്നുള്ള വലിയ ചോദ്യചിഹ്നവുമായി മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ പണിയുവാൻ, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്, കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് പരിപൂർണമായി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആയാൽ നിങ്ങൾ വിശ്വസിക്കൂ, യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ പ്രവർത്തിക്കുന്നത് കർത്താവാണ്. യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടി വിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ജിനോയ് തോമസ് ഈ സമയം ഒരു നിമിഷം അരോമ ടി വിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീരും. പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം ഈ അരോമ ടി വിയിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്നതായ ശ്രോതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ പ്രവൃത്തി, കർത്താവ് ഇന്ന് ഈ സാക്ഷ്യം കേട്ട എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് കർത്താവ്, ഇതുപോലെ പ്രയാസപ്പെടുന്ന പല വ്യക്തിഗത ജീവിതങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്ത് കർത്താവ് ജീവിതം ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുന്ന പല വ്യക്തികളുണ്ട്. മതി കർത്താവ്, ഇനി മുമ്പോട്ട് എന്തിനു ജീവിക്കുന്ന ചിന്തിക്കുന്ന പല കുടുംബങ്ങളുണ്ട്. അവർ കർത്താവ് ഒരു മടങ്ങി വരവിന് വേണ്ടി കാരണമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവെ, ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങൾ എല്ലാവരും മുതലായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് സർവശക്തൻ അവരുടെയൊക്കെ ജീവിതത്തിൽ, കർത്താവ് കേൾക്കുന്ന കേൾവിക്കാരുടെ ഒക്കെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു പ്രവൃത്തി ദിവസങ്ങളിൽ ചെയ്ത് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരോമ ടി വിക്കായി സ്തോത്രം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കർത്താവ് ഒരുക്കിയല്ലോ. പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവ് ദാസനായി കർത്താവ് സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട്, സഹായിച്ചാട്ട്, എല്ലാ വിധത്തിലും കർത്താവെ അങ്ങ് നന്മകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഞാൻ കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മാനമാത്ര സ്വർഗപിതാവെ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ തന്നെയുള്ള തിരുനാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ ജിനോയ് തോമസ്. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുക, ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടുവാനിടയായിത്തീരും. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com